എന്റെ വോയിസും സ്ക്രീനും ഓക്കെ ആണോ? ഒന്ന് കൺഫേം ചെയ്യാറെങ്കിലും. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. സോ ഒന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഞാൻ പറയാം, ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് എക്സൽ ആണ്. ഫസ്റ്റ് ഡേ ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻഡക്ഷനിൽ, അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 മൊഡ്യൂൾ വരെ കംപ്ലീറ്റ്ലി ബേസിക് കാര്യങ്ങളേക്കും. ബേസിക് ഇൻ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ സെൽ എന്താ കോളം, ആ ഒരു ലെവൽ ബേസിക്സ് അല്ല. കുറെ ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സുകളുണ്ട്, കുറെ ഹാക്സ് ഉണ്ട് എക്സലിൽ. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ കവർ 4 മൊഡ്യൂൾ വരെ കേട്ടോ. അപ്പം ചിലരൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ട്, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ സിമ്പിൾ അല്ലേ, ജസ്റ്റ് ഇന്റർഫേസ് പരിചയപ്പെടുത്തില്ല. പക്ഷെ ഇതിൽ ഞാൻ അഷ്യൂർ ചെയ്യുന്നു, ഈ ഒരു സെഷൻ 1 മണിക്കൂർ എന്തായാലും 1.5 മണിക്കൂർ ഈ സെഷൻ ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേന് പുതിയ കാര്യം എന്തായാലും ഓരോരുത്തരും പഠിച്ചിരിക്കും എന്നുള്ളത് ഒരു വിശ്വാസമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഓഫ് ലെസൺസ് ആണ് താഴെ കൊടുത്തത്. സ്ട്രക്ചർ ഓഫ് ദി വർക്കിംഗ് ഏരിയ, റിബൺസ് ആൻഡ് ടാബ്സ്, കസ്റ്റമൈസിംഗ് റിബൺ, ഹൗ ടു നാവിഗേറ്റ്, വാട്ട് ഇസ് ആൻ ആക്റ്റീവ് സെൽ, ഡാറ്റ ആൻഡ് എഡിറ്റിംഗ് മോഡ്, ഓൾ ഷോർട്ട് കട്ട്സ്. ഇതൊക്കെയാണ് മെയിൻ ടോപ്പിക് വരുന്നത്. അപ്പം ഇത് എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക് തൊട്ട് അഡ്വാൻസിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സൽ വർക്ക് ബുക്ക്, എക്സൽ ഷീറ്റ് ഒരിക്കലും പറയരുതല്ലോ, എക്സൽ വർക്ക് ബുക്ക് അല്ലെങ്കിൽ ഫയലാണ്. ഷീറ്റ് അതിന്റെ അകത്ത് വരുന്ന സംഭവം. ഒരു എക്സൽ വർക്ക് ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്യാണ്. എക്സൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതില് പഴയ വേർഷൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എത്ര ആൾക്കാർ സിസ്റ്റം യൂസ് ചെയ്യാത്തതുണ്ട് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി, ഒന്ന് അറിയാൻ വേണ്ടി. എല്ലാവർക്കും സിസ്റ്റം ഉണ്ടോ? ഇല്ലാത്തൊരു മാത്രം നോ PC. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് സെഷൻ ഒരു കുഴപ്പമില്ല, കാരണം ഈ ഫസ്റ്റ് സെഷന് വർക്ക് ഷീറ്റ് ഒന്നുമില്ല. മെയിനായിട്ട് ഇന്റർഫേസും കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് പരിചയപ്പെടാം. എന്നിരുന്നാലും ഉണ്ടെങ്കിലും നല്ലത്, കാരണം ചില കാര്യങ്ങൾ കാണിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പം അറ്റ്ലീസ്റ്റ് സെഷൻ നെക്സ്റ്റ് മറ്റന്നാളത്തെ മൊഡ്യൂൾ 2 തൊട്ടിട്ട് സിസ്റ്റം ഉണ്ടാവുന്നത് അത്രയും നല്ലത്, കാരണം വർക്ക് ഷീറ്റ് ഒക്കെ ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ 2-3 ആൾക്കാർ പേഴ്സണലി കണക്ട് ഉണ്ടായിരുന്നു, എന്റെ പഴയ വേർഷനാണ്, മാറ്റണം. അതൊക്കെ അന്നത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതുള്ളത് മൈക്രോസോഫ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ. അപ്പൊ ഞാനൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഓഫ് ആയി, വീഡിയോയുടെ ആവശ്യമില്ല കേട്ടോ, പ്ലീസ്, നോ വീഡിയോ. ഓക്കെ, എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വർക്ക് ബുക്ക് അല്ലെ. അപ്പം നമ്മൾ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള ഇന്റർഫേസ് ആണ് എക്സൽ എന്നുള്ളത്. അപ്പം ഇതൊരു 1 വേ കമ്മ്യൂണിക്കേഷൻ അല്ല, ഓരോ കേസ് ടു കേസ് ചോദിക്കും. ഇന്ന സിറ്റുവേഷൻ നിങ്ങൾ എന്താ ചെയ്യുക, അതിന് ആൻസർ ഒന്ന് കറക്റ്റ് തരാം, ഇന്ററാക്റ്റീവ് ആവാം. ഓക്കെ, ഒരു എൻഗേജ്ഡ് ആവാം. ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ കൂട്ടേ വേണ്ട കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എത്ര വലിയ സില്ലി ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. കാരണം ഞാൻ എടുക്കും എക്സലിന്റെ ലേണറാണ്. അപ്പം ഇവിടെ ആദ്യം ഒരു മടിയും വേണ്ട, തുറന്ന് ചോദിക്കുക, എത്ര വലിയ സില്ലി ഡൗട്ട് ആണെങ്കിലും. ഓക്കെ, എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിചാരിക്കുക, ആരൊന്നും വിചാരിക്കുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കേസ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു പക്ഷെ എന്റെ വീഡിയോ കണ്ടവർക്ക് ഇത് റിപ്പീറ്റേഷൻ ആയിരിക്കാം, എന്തായാലും ചോദിക്കുകയാണ്. ഇത് എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിലും നമുക്കൊരു മറിയാവുന്ന സംഭവമൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഓഫീസിൽ എത്തി, അല്ലെങ്കിൽ അർജന്റ് ടാസ്ക് നിങ്ങൾക്ക് മാനേജർ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സലിനാണ് ഡാറ്റ ഫീഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയൊരു എക്സൽ വർക്ക് ബുക്ക് അല്ലെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് കാണിക്കുക ബുക്ക് 1 എന്നാണ്. ഇത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ ഡാറ്റ ഇതിലേക്ക് തന്നെ ഫീഡ് ചെയ്യാണ്. ഒരു 4-5 മണിക്കൂറിന്റെ എഫേർട്ട് ഉണ്ട് ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ഡാറ്റ എങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം നിങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോയി, നിങ്ങൾ വിട്ടുപോയിട്ട് ഇത് സേവ് ചെയ്യാണ്, നിങ്ങൾ ക്ലോസ് ചെയ്തു, ഡോണ്ട് സേവ് അടിച്ചിട്ടുണ്ട് അല്ലെ. ഇത് എനിക്കടക്കം എല്ലാവർക്കും സംഭവിക്കാതെ, എത്ര വലിയ എക്സ്പെർട്ട് ആണെങ്കിലും. അത്തരം കേസിൽ നിങ്ങൾ എന്താ ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ മാറ്റി അടിച്ചുണ്ടാക്കിയാണോ, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റീവ് IT ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്തതാണോ? പറയാം, ഇതുവരെ ഉണ്ടായത് ഷെയർ ചെയ്യാം. വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. വീണ്ടും ടൈപ്പ് ചെയ്യും. യെസ്, നമ്മളൊക്കെ ടൈപ്പ് ചെയ്താണ്. പിന്നെ വേറെ എന്തെങ്കിലും ആൻസർ? ഓട്ടോമാറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെ? കുറച്ചിടാറുണ്ട്. എങ്ങനെ ടൈം മനസ്സിലായില്ല? ഓട്ടോ സേവിന്റെ സമയം സെക്കൻഡ്സ് കുറച്ചിടാറുണ്ട്, ഏറ്റവും ഷോർട്ട് ആക്കി. ഓക്കെ, പിന്നെ ഓട്ടോ സേവ്, ഈ ഓട്ടോ സേവ് ആണ് ഉദ്ദേശിച്ചല്ലോ? അതല്ല ആ സെറ്റ് നമ്മുടെ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവുന്ന പറഞ്ഞാൽ? അല്ല, അപ്പൊ നമ്മള് ഇപ്പം 5 സെക്കൻഡ് കൂടുന്തോറും ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആയി. സംഭവത്തിലില്ല, സെക്കൻഡ്സിൽ എന്താവില്ല, മിനിറ്റിലാവും.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സംഭവം അങ്ങനെയാണെങ്കിൽ ആ മിനിറ്റാണ് എവിടത്തേക്ക് സേവ് വന്നത്? ടെമ്പററി ഫയലാണോ? ടെമ്പററി ഫോൾഡറിലേക്ക്. ഓക്കെ, ആ ഫോൾഡർ ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? അത് സിയുടെ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കണോ? നിങ്ങൾ ഈ അടുത്ത് റീൽ കണ്ടിട്ടുണ്ടാവില്ലേ എന്റെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, അല്ല ഞാനിങ്ങനെ വായിച്ചു പോയപ്പോ ഓക്കെ, നോ കേട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ. എത്ര കാലം ഉണ്ടാവും ആ ഫയല്? അറിയില്ല. യെസ്, അതായത് നമ്മളൊരു ബുക്ക് 1 എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഞാനിപ്പോ ഡാറ്റ ഇങ്ങനെ ഫീഡ് ചെയ്യാം. ഡാറ്റ ഫീഡ് ചെയ്യുമ്പോൾ എവറി 10 മിനിറ്റ്സ്, ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ 10 മിനിറ്റ് ടൈം എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാലേ ഇത് സേവ് ആവുള്ളൂ. ഒരു ഫോൾഡറിലേക്ക്, സി ഫോൾഡറിൽ സേവ് ആക്കാം. നിങ്ങൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫോൾഡർ ടെമ്പററി ആയിട്ട് എന്താകും, സി ഫോൾഡറിൽ സേവ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഒരു MS ഓഫീസിന്റെ ഫോൾഡർ നിങ്ങൾ ഉണ്ടാക്കേണ്ട, അതൊക്കെ എക്സൽ ബാക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒക്കെ ക്ലിയർ ആയി പറഞ്ഞു, എപ്പോഴാണ് ഉണ്ടാക്കിയൊക്കെ പറഞ്ഞുതരാം. അത് 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ എന്താ, അത് മാക്സിമം ലീസ്റ്റ് ആക്കാം. 10 എന്താക്കാം, 1 മിനിറ്റ് ആക്കാം. സെക്കൻഡ്സ് ഓപ്ഷൻ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ വേർഷനിലില്ല, മേ ബി ഫ്യൂച്ചറിൽ അവർ കൊണ്ടുവന്നേക്കാം. അപ്പം 10 ഉള്ളത് 1 ആക്കാം. അപ്പം ആ 10 എവിടെ ഉള്ളത്? ഒന്ന് ഫയൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യും. ഫയൽ ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഫയൽ ഓപ്ഷൻസ് അല്ലെ, എക്സൽ ഓപ്ഷൻസ് കാണുന്നില്ല എല്ലാവരും അല്ലെ? അതില് സേവ് പറഞ്ഞ സംഭവം കാണുന്നുണ്ടോ? സേവ് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? സേവ്. ഓക്കെ, യാ, അതില് സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി 10 നെയ്യും കാണിക്കുക എല്ലാ സിസ്റ്റത്തിലും. നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ അല്ലെ, 10 എന്നല്ല കാണിക്കുന്നത്? യാ, ആ 10 1 എന്നാക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്യണേ റഷീദ്. യാ, 10 എന്നുള്ളത് 1 ആക്കാം. സെക്കൻഡ്സ് ഓപ്ഷൻ ഇല്ല, മാക്സിമം 120 വരെ സെറ്റ് ചെയ്യാം. പക്ഷെ ലോജിക്കും ഇല്ല. ഏറ്റവും ലീസ്റ്റ് 1 ആക്കാം. ഓക്കെ അടിക്കുക. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക അറിയോ? ഇതിപ്പോൾ നിങ്ങളെ സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സിന്റെ ഭാഗമായി 1 ആക്കിയിട്ട് ഇപ്പൊ ഇന്ന് ഷട്ട് ഡൗൺ ചെയ്താൽ നാളെ ഓപ്പൺ ചെയ്താൽ 1 നിൽക്കും കാണിക്കുക. അതായത് എവറി 1 മിനിറ്റ് 10 വരെ വെയിറ്റ് ചെയ്യേണ്ട. ഓരോ 1 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ അടച്ച ഡാറ്റ ഉണ്ടല്ലോ, നിങ്ങൾ അറിയാണ്ട് ഈ ഫയൽ ടെമ്പററി ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ആ നഷ്ടപ്പെട്ട ഫയൽ എങ്ങനെ റിക്കവർ ചെയ്യാം അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു സേവ് ചെയ്ത് വെക്കേണ്ടതാണ്. ആ സേവ് ചെയ്ത ഫയൽ എവിടെ ഉണ്ടാവുക, എങ്ങനെ റിക്കവർ ചെയ്യാം? നമുക്ക് എല്ലാവർക്കും നോക്കാം. ഇതിലിപ്പോ മൊത്തം എത്ര ആൾക്കാരുണ്ട്? ഞാൻ 28 പേരുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഫയൽ റീസെന്റ് നിങ്ങൾ സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്ത ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കാം. ചില സിസ്റ്റത്തിൽ ഉണ്ടാവില്ല, കാരണം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതെങ്ങനെ റിക്കവർ ചെയ്യാൻ അറിയോ? ജസ്റ്റ് ഒന്ന് ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഓപ്പൺ ഫയൽ, ഓപ്പൺ. ഏറ്റവും താഴെ കാണാം റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക്. കാണുന്നുണ്ട് എല്ലാവർക്കും? അല്ലെ, റിക്കവർ അൺസേവ്ഡ് അല്ലെ? അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. എന്റെ സിസ്റ്റത്തില് 3 ഫയൽ കിടക്കുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റും ടൈമും കാണാം. അപ്പോഴേക്കും ഞാൻ എന്താക്കി, ഈ ഫയലൊക്കെ എന്തായി, ഞാൻ സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്ത ഫയലാണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ വർക്ക് ചെയ്യുന്ന വഴിക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിന് അതിങ്ങനെ ഉണ്ടോ? കിട്ടുന്നുണ്ടോ നോക്കി, ഫയൽസ് ഉണ്ടോ, കാണുന്നുണ്ടോ നിങ്ങളുടെ ഫോൾഡറിൽ? നോ ഐറ്റംസ് മാച്ച് യുവർ സെൽഫ്. കാരണം അതിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാം ബാക്കി എന്തെങ്കിലും ഉണ്ടാവും. ഓപ്പൺ ആയി പറയട്ടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഏതെങ്കിലും ഫയൽ കാണുന്നുണ്ട് അതിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചാൻസ് ഉണ്ടോ? എന്റെ ഫയൽ 3 കാണുന്നുണ്ട്. ഉണ്ട് അല്ലെ? ഓക്കെ ഓക്കെ. ഇവിടെയൊക്കെ കാണിക്കുന്ന നോക്കി 3 ഫയൽ എന്റെ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ എന്തുകൊണ്ട് എല്ലാത്തിനും ബുക്ക് 1 എന്ന് കാണിക്കുന്നത് എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടായിരിക്കും? സേവ് ചെയ്യാത്തോണ്ട്. യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന ഫയലാന്നുള്ളത്? എന്ത് വെച്ചും കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാം? ടൈമും ഡേറ്റും വെച്ചിട്ട്. അപ്പൊ ഞാൻ പറയാം, എന്റെ ലാസ്റ്റ് വീക്ക് മിസ്സായിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കും 24-ാം തീയതി. യെസ്, ഈ ഫയൽ ആയിരിക്കും. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. യെസ്, ഈ ഫയലാണ്. ഇവിടെ നോക്കിയപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാണാം, റിക്കവർ ചെയ്തിട്ടുണ്ട് അൺസേവ്ഡ് ഫയൽ. ദിസ് ഇസ് റിക്കവേർഡ് ഫയൽ ദാറ്റ് ഇസ് ടെമ്പറലി സ്റ്റോർഡ് ഓൺ യുവർ കമ്പ്യൂട്ടർ. സേവ്, ഒരു ചാൻസ് തരാം സേവ് ചെയ്യാണ്, വേഗം സേവ് ചെയ്താണ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ എന്നുള്ളത് 1 ആക്കിയതും ഓപ്പണിൽ പോയിട്ട് ഫോൾഡറിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചതും മനസ്സിലായി? ലോജിക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരോടും ചോദിക്കാം പ്ലീസ്. ഇത് 28 ആൾക്കാർ, 1, 2, 3 ആൾക്കാർ സൈലന്റ്. ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഓപ്പൺ നിൽക്കിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഏറ്റവും താഴെ റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക് കാണുന്നുണ്ടോ? റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക് താഴെ എന്റെ സ്ക്രീനിൽ നോക്കൂ, കണ്ടില്ലേ?
ഓക്കെ ഓക്കെ. അപ്പൊ അതിലേക്ക് ഫുൾ സേവ് ചെയ്ത് വെക്കും. ഇവിടെ നോക്കും ഈ ഫോൾഡർ കണ്ടില്ലേ, സി ഫോൾഡർ ആണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് അൺസേവ് ഫോൾഡർ. ഇത് ആക്ച്വലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ MS ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളെ ബാക്ക് എൻഡിൽ സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഫയലാണ്, ഐ മീൻ ഫോൾഡർ. അത് എന്നീ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട്. ഓരോ ടോപ്പിക്കിലും ചാൻസ് തരാം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള. ഇത് എത്ര ടൈം വരെ അവിടെ ഉണ്ടാവും ഈ ഫയല്? അതായത് ഇപ്പൊ മുപ്പത് വെച്ചു എത്ര കാലം വരെ സ്ഥിരമായിട്ടുണ്ടാവോ? ബൈ ഡീഫോൾട്ട് 14 ദിവസം വരെ ഉണ്ടാവും. അതായത് 14 ഡേയ്സ് വരെ ഉണ്ടാവും. 15 രാത്രി എന്താവും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും സിസ്റ്റത്തിൽ നിന്ന്. 14 ദിവസം വരെ കിട്ടും. ലേറ്റസ്റ്റ് എക്സൽ വേർഷൻ അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് ഓഫീസ് 365 19 2021 വേർഷൻ ഒക്കെ ഉണ്ട്, പുതിയ വേർഷൻ. അതിലൊക്കെ നമുക്ക് 30 ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതായത് നമ്മളെ വേർഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം? ആക്ച്വലി 1985 ഫസ്റ്റ് വേർഷൻ വന്നത്. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2003 വേർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ 3 വർഷം കൂടുമ്പോഴും വേർഷൻ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ പറഞ്ഞത് ഏതാന്നുള്ളത് അതെങ്ങനെ ചെക്ക് ചെയ്യണം പറഞ്ഞത്. ഇത്രക്കും വേർഷൻ എക്സൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ട്രെയിനിങ്ങിന് നമുക്ക് ആവശ്യം വേണ്ടത് 2013 ശേഷമുള്ള വേർഷനാണ്. അതിലാണ് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും എക്സൽ കൊണ്ടുവന്നത്. 13 ശേഷം നന്ന പഴയ വേർഷനാണ്. അപ്പോൾ നമ്മളെ വേർഷൻ, നിങ്ങളെ സിസ്റ്റത്തിന്റെ വേർഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം? ഫയലിൽ പോയിട്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് സൈഡ് കാണാൻ പറ്റും. എന്റെ 365 ആ. ഇതിൽ ആരുടെങ്കിലും 2010 7 കാണിക്കുന്നുണ്ടോ? നന്ന പഴയതാണെങ്കിൽ ഒഴിവാക്കണം കേട്ടോ. നോക്കിയോ, നിങ്ങളെ സിസ്റ്റം നോക്കി നോക്കൂ. ഫയൽ പോവാ, അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാതും 13 ശേഷമുള്ളതാണോ? പറയാം അല്ലേ? യെസ്. അപ്പം എന്റേത് കുറച്ച് ലേറ്റസ്റ്റ് ആണ്, നന്നതല്ല, ഏറ്റവും ലേറ്റസ്റ്റ്, ഐ മീൻ ലാസ്റ്റ് 2021 അതിന് തൊട്ട് മുന്നുള്ള വേർഷൻ എന്റേത്. അപ്പം ഈ 3 2019 365 2021 ഉപയോഗിക്കുന്ന ആൾക്കാരുടെയൊക്കെ 14 ദിവസമുള്ള 30ലേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെ നോക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വേർഷനെ നോക്കി എങ്ങനെ പറഞ്ഞ ഫയലില് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് സൈഡ് കാണാൻ പറ്റും മുകളിൽ. കാണുന്നുണ്ടോ? ഏതാണ്? 2010 ആണോ? 10 കുറച്ച് പഴയതാട്ടോ, നമുക്ക് മാറ്റേണ്ടി വരും. ഞാൻ പറയാം എങ്ങനെ മാറ്റാന്നുള്ളത് കേട്ടോ, പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഒരാൾ ചോദിച്ചു നമ്മളെ മിസ്സായ ഫയൽ എത്ര ദിവസം വരെ ഉണ്ടാവും? 14 ദിവസം എല്ലാ വേർഷനും ഉണ്ടാവും, പക്ഷെ 30ലേക്ക് ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് 3 വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എടുക്കാം. എല്ലാവരും അല്ല, ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സേവ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 10 ഉള്ളത് 1 ആക്കില്ല. ആ സ്ക്രീനിൽ താഴത്തേക്ക് കുറച്ച് സ്ക്രോൾ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും, ഒരു ഫീൽഡ് കാണാം, ഡേയ്സ് ടു കീപ് ഫയൽ ഇൻ ദിസ് ഓഫീസ് ഡോക്യുമെന്റ് സ്കാച്ച്. ഇവിടെ 14 കാണിക്കുക ലേറ്റസ്റ്റ് വേർഷൻ ഉപയോഗിക്കുക. നോക്കി നോക്കൂ, കാണിക്കുന്നുണ്ടോ? ഇത് തീരെ ഇല്ലാത്തൊരു പഴയ വേർഷനിലേക്ക് ഉപയോഗിക്കുക, ഉള്ളവർ തന്നെ ചോദിക്കുന്നത്. ഇവിടെ 14 കാണിക്കുന്നത്. ലേറ്റസ്റ്റ് വേർഷൻ ആരൊക്കെ ഉപയോഗിക്കുന്നത് നോക്കി നോക്കൂ. 14. യെസ്, 14. അത് 30 ആയിക്കോളൂ. ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ 30 ദിവസം വരെ നമുക്ക് കിട്ടും അത്. ഞാൻ പറയാൻ കാരണം ചിലതൊക്കെ നമ്മളെ സൈഡും ചെയ്യേണ്ടത്. അതായത് നേരത്തെ 10 ഉള്ളത് 1 ആക്കിയത് മൈക്രോസോഫ്റ്റ് സിസ്റ്റം 1 ആക്കണം ഏറ്റവും ബെസ്റ്റ്. 14 30 ആക്കാൻ പറ്റും. ഏറ്റവും മാക്സിമം ആക്കി അത്രക്കും ടൈം നമുക്ക് എന്താക്കാം കീപ്പ് ചെയ്യാൻ പറ്റും ഫയല്. ഇൻ കേസ് ആ മിസ് ആവാണ്ട് നോക്കാൻ വേണ്ടിട്ട് കേട്ടോ. ചോദിക്കാം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് ഇപ്പൊ എടുത്തതുമായി ബന്ധപ്പെട്ട്. ഞാൻ 19 ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല. സേവ് ഓപ്ഷൻ 19 2 വേർഷൻ. ഒന്നാണ് ഹോം, നിങ്ങൾ 19 പ്ലസ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വേർഷൻ ആണോ? ഓഫീസ് ലാപ്ടോപ്പ് ആണ്, അപ്പോ എന്തായാലും പ്രൊഫഷണൽ ആയിരിക്കും. പ്രൊഫഷണൽ വേർഷൻ. അത് പിന്നെ അതുമല്ല ക്രാക്ഡ് ആണോ നോക്കണ്ടോ? ഒറിജിനൽ വേർഷൻ തന്നെ ആണോ സിസ്റ്റത്തിന് കിട്ടിയതാണോ? ഒറിജിനൽ വേർഷൻ ആയി. ഒറിജിനൽ വേർഷൻ തന്നെയാണ് അത്. ചില ഇപ്പൊ എന്റേതാണെങ്കിൽ ഇപ്പം 19 ഞാൻ തൊട്ട് മുന്നേ ഉപയോഗിച്ച സ്റ്റുഡന്റ് വേർഷൻ അതിലൊക്കെ ഉണ്ടാവും. ചില വേർഷനിൽ ചില സപ്പോർട്ട് ചെയ്യില്ലാന്ന് മാത്രം. ഡൗട്ട് ഇല്ലാത്തവർ ഒന്ന് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ഹലോ, ഹലോ, ചോദിച്ചോളൂ. അത് നിങ്ങളെ അക്കൗണ്ട് ചെക്ക് ചെയ്തല്ലോ, അതിൽ ആക്ടിവേഷൻ റിക്വയർഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണൽ പ്ലസ് 2016 അത് എക്സ്പയർ ആയതാണ്. കാരണം അത് മാറ്റണം. എക്സ്പയർ ആയത് പുതിയ വേർഷൻ എടുക്കണം. യെസ്. ഓക്കെ. അപ്പൊ ഏതാ എടുക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ ഞാൻ അക്കൗണ്ടിലേക്ക് ഇപ്പൊ കുറെ ആൾക്കാർക്ക് വേർഷൻ ഞാൻ പറഞ്ഞ ഞാനിപ്പോ മിഡിൽ ഈസ്റ്റ് ചില ട്രെയിനിങ് ഓഫ്ലൈനും ഓൺലൈനും കൊടുക്കാറുണ്ട്. ആ ഒരു ബേസ് എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ് അധികം പകുതി മുക്കാലോളം കമ്പനി ക്രാക്ക് വേർഷൻ ഉപയോഗിക്കുന്നത്. ക്രാക്ക് വേർഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഫയലിൽ പോയിട്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓഫീസ് അപ്ഡേറ്റ് ഒക്കെ അല്ലേ, അവിടെ ഓഫീസ് അപ്ഡേറ്റ് പറഞ്ഞ സംഭവം ചിലയിൽ ക്രാക്ക് വേർഷനിൽ അത് കാണില്ല. പിന്നെ നമ്മളെ മാനേജ് അക്കൗണ്ടിൽ നമ്മളെ കറക്റ്റ് ലൈസൻസ് കീ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഏതാ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്, അതേപോലെ ചേഞ്ച് ലൈസൻസ്. നമ്മളെ ഈ ഒരു ഒറിജിനൽ വേർഷൻ ഉപയോഗിച്ച ആൾക്കാരുടെ അവരുടെ ലൈസൻസ് കീ അവിടെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ഈ ഇത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് മാറ്റാം. പിന്നെ അതുമല്ല ക്രാക്ക് വേർഷന്റെ ഒറ്റ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫംഗ്ഷനാലിറ്റി വർക്ക് ആവില്ല. കാണുമ്പോൾ യെസ് എന്താ അവിടെ വരും, പക്ഷെ എന്താ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. ഫയൽ എനി ടൈം മിസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ITD ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ക്രാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് അറിയാൻ പറ്റും ക്രാക്ക് വേർഷൻ ഏതാണല്ലോ, അവർക്ക് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. ചില കമ്പനി പർച്ചേസ് ചെയ്യില്ല, എത്രയും എമൗണ്ട് വെറുതെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടല്ലോ ചില മീഡിയം കമ്പനിയൊക്കെ. അപ്പോൾ ക്രാക്ക് ഒഴിവാക്കണ ഏറ്റവും ബെസ്റ്റ്. ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റെഡ് കളറിൽ സ്ക്രീനിൽ മുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റെഡ് കളറിൽ കാണിക്കുന്ന എക്സ്പയർ ആയി പറഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ കാണിക്കുക. ചിലത് അല്ലെ ക്രാക്ക് വേർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സംഭവം വർക്കൗണ്ട്, പക്ഷെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും എക്സ്പയർ ആവാനായിട്ടുണ്ട്. ഒക്കെ ക്രാക്ക് ആണ് കേട്ടോ ആക്ച്വലി. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ഒറിജിനൽ വേർഷൻ പർച്ചേസ് ചെയ്യുക. അതും മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ, വേറൊരു ടെക്നിക്കൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്ത്. കാരണം ചിലതുണ്ടോ ഭയങ്കര ഓഫറൊക്കെ കൊടുക്കുന്നത്, ചിലർക്ക് തരാം പകുതി പ്രൈസ്. അതിലേക്ക് ഒന്നും പോണ്ട. മൈക്രോസോഫ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം എന്റെ ഈ സെഷൻ കഴിഞ്ഞ ശേഷം ഗ്രൂപ്പിൽ. നിങ്ങൾ ഒരിക്കലും ഒരു സിംഗിൾ പർച്ചേസ് ഒരാളായിട്ട് ചെയ്യരുത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ സിംഗിൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഒരാൾ സിംഗിൾ പർച്ചേസ് സിംഗിളായി ചെയ്യുമ്പോൾ അതിന് റേറ്റ് വരാം ക്ലോസ് ടു 5,999 വരാം. കൊല്ലം എടുക്കേണ്ടി വരും ലേറ്റസ്റ്റ് വേർഷൻ 365. പക്ഷെ 6 ആൾക്കാർ നിങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1,199 വരുള്ളൂ 6 ആൾക്കാർക്ക്. ഹാർഡ്ലി ഒരാൾക്ക് എത്ര വരാം 1000 സംതിങ് വരുള്ളൂ കൊല്ലം. അപ്പം മറ്റേ ഗ്രൂപ്പിൽ 6 ആൾക്കാരെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഗ്രൂപ്പിൽ ആർക്കെയും വേണമെങ്കിൽ ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം 6 ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾ ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അയാളെ മെയിൽ ഐ ഡി അപ്പൊ അയാൾ പേ ചെയ്യണം. ബാക്കി നിങ്ങൾ പേയ്മെന്റ് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. മൂപ്പരെ മെയിലിലേക്ക് 6 ലൈസൻസ് കീ വരും, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും. കൊല്ലം അപ്ഗ്രേഡ് ചെയ്യണം മാത്രം. വെരി ലേറ്റസ്റ്റ് 365 തന്നെ കിട്ടും ചെയ്യും. നല്ലതാണ്, വളരെ നല്ല വേർഷൻ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം ഒരാൾ ത്രൂ പർച്ചേസ് ചെയ്തത്, അതായത് ഗ്രൂപ്പ് പർച്ചേസ് അതൊക്കെ. അപ്പൊ ഒരിക്കലും സിംഗിൾ ആയി പർച്ചേസ് ചെയ്യുന്നത്, കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, നമ്മുടെ ഗ്രൂപ്പാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ 6 ആൾക്കാർ നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ 6 ആൾക്കാരില്ലെങ്കിൽ ഞാൻ അടുത്ത സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ബാച്ച് നാളെ ഞാൻ ഇട്ടുതരാം. ഇൻഡിവിജ്വൽ ഒരിക്കലും പർച്ചേസ് ചെയ്യണം, വെറുതെ നഷ്ടം. എന്തെങ്കിലും പറയാ സിംഗിൾ ആയിട്ട് പർച്ചേസ് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് 1000 സംതിങ് വരുള്ളൂ കൊല്ലം. അപ്പൊ മന്ത്ലി എത്ര വരും അല്ലെ? അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ ഒറിജിനൽ വേർഷൻ യൂസ് ചെയ്യാം കേട്ടോ. അതെങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ സെഷന്റെ ശേഷം ഗ്രൂപ്പിൽ ഇട്ടുതരാം. അപ്പം ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കും ആവശ്യമുള്ള എന്നിട്ട് ഗ്രൂപ്പായിട്ട് ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇപ്പൊ ഞാനിപ്പോ ബുക്ക് ആണ് ഇപ്പൊ നമ്മൾ സെഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയൊരു കാര്യം കാണിച്ചത് മാത്രം സെറ്റിംഗ്സിന്റെ ഭാഗമായിട്ടുള്ള. അപ്പൊ ഒരു ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എക്സൽ ഇന്റർഫേസ് ഒരുവിധം എല്ലാവരും പണ്ട് മുതലേ കാണുന്ന ഒരു സംഭവമാണല്ലേ. അപ്പൊ ഇതിൽ ചില ടേംസ് ഒക്കെ നമ്മൾ നോക്കാം അല്ലെ. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭവമാണ് ഡാറ്റ, ഫോർമുല, പേജ് ലേഔട്ട്. ഒരു പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന റിവ്യൂ, അതായത് ഫോർമുല ടാബ് അല്ലെങ്കിൽ ഡാറ്റ ടൂൾസ് അല്ലെങ്കിൽ ഇൻസേർട്ട് ഫീച്ചർ അല്ലെങ്കിൽ ഹോം ഫംഗ്ഷൻ. നമ്മൾ ഹോം ഫംഗ്ഷൻ അല്ലെങ്കിൽ ടൂൾസ് ഫീച്ചേഴ്സ് എന്ന പേരൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇത് ആക്ച്വലി ഇതിന്റെ പേര് എന്താ ടാബ്സ് എന്ന് പറയുമ്പോൾ. എന്തുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻസ് അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ മുകളിൽ കാണുന്ന ഫയൽ തൊട്ടിട്ട് ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ POD വരെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ടാബ്സ് കാണാം, നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. ഇത് ടോപ്പിലുള്ള ഹെഡിങ് എന്താ, ഇതൊക്കെ ടാബ്സ് ആണ്. ഇപ്പൊ ഞാൻ ഡാറ്റ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡാറ്റ എന്നുള്ള ടാബ് അല്ലെങ്കിൽ ഫോർമുല എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പ് ഏതാ താഴെ കാണിക്കുന്നുണ്ടല്ലോ, ഫംഗ്ഷണൽ ലൈബ്രറി, ഡിഫൈൻ നെയിംസ്, ഫോർമുല ഓഡിറ്റിംഗ്. ഇതൊക്കെ ഗ്രൂപ്പാണ്. അപ്പൊ ഞാൻ പേജ് ലേഔട്ട് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു, അതിന്റെ താഴെ കാണാം ഗ്രൂപ്പ്. തീം എന്നുള്ള ഗ്രൂപ്പ് കാണാം, പേജ് സെറ്റപ്പ് കാണാം, സ്കെയിൽ ടു ഫിറ്റ് കാണാം. ഓരോ ഗ്രൂപ്പും ഒരു തിൻ ലൈനിൽ ഒരു വെർട്ടിക്കൽ ലൈൻ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, കണ്ടില്ലേ? വളരെ ബേസിക് സംഭവമാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഗ്രൂപ്പ് എന്താണ് ഇപ്പൊ പഠിച്ചു, എല്ലാം അറിഞ്ഞു. അതുപോലെ തന്നെ ടാബ്സ് എന്താണ്, ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിലും സെറ്റ് ഓഫ് റിബൺസ് ഉണ്ടാവും. ഇതൊക്കെ റിബൺ ആണ്. റിബൺ അല്ലെങ്കിൽ കമാൻഡ് ബട്ടൺസ് എന്ന് പറയാം കേട്ടോ. റിബൺ അല്ലെങ്കിൽ കമാൻഡ് ബട്ടൺ. അപ്പം ഞാനിപ്പം ഹോം ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ ഈ ബോൾഡ്, അതേമാതിരി ഇറ്റാലിക്, അണ്ടർലൈൻ, അതേമാതിരി തന്നെ അലൈൻമെന്റ് എന്നുള്ള ഗ്രൂപ്പിൽ ഇവിടെ കാണാൻ പറ്റും ലെഫ്റ്റ് അലൈൻ. ഇതൊക്കെ എന്താ റിബൺസ് ആണ്. ഇതെല്ലാം റിബൺസ് ആണ്. ഈ കണ്ടീഷൻ ഇതൊരു റിബൺ ആണ്. ഇത് സ്റ്റൈൽ എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത്.
അപ്പൊ ഇത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ BPO വർക്ക് ചെയ്തത്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, US ക്ലയന്റ് ആയിരുന്നു. അപ്പൊ നമ്മളൊക്കെ അന്ന് യൂസ് ചെയ്തത് ഓക്കെ പേജ് ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തന്നെ കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഇത് ആക്ച്വലി അവർ പ്രോപ്പർ ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ വേറെ അവർ യൂസ് ചെയ്യും. റിബൺസ് ആണത്, അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ടാബ് ആണ്, ഗോ ടു വ്യൂ ടാബ്. അപ്പൊ നമ്മളെ ടാബ് എന്താണെന്നുള്ള അപ്പോഴാണ് പിന്നെ ഐഡന്റിഫൈ ചെയ്ത്. മൈക്രോസോഫ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ എന്താണെന്ന് അവർ കറക്റ്റ് പറഞ്ഞു, ഇന്റർഫേസിൽ എന്താണെന്നുള്ള വെച്ചാൽ അവർ തന്നെ കഴിഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് എന്താണ് ഓരോ ഏരിയ എന്താ പ്രോപ്പർ ആയിട്ട് ഇതൊന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്താണെന്നുള്ളത്. കാരണം ഇതിൽ 90% ആൾക്ക് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ നിങ്ങൾ യൂറോപ്യൻ ക്ലയൻസിനൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ പ്രൊഫഷണൽ വേയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താ മുകളിൽ കൊടുത്തത് ഓരോ ടാബ്സും, ഓരോ ടാബ്സിനുള്ള റെസ്പെക്റ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവും, ഓരോ ഗ്രൂപ്പിനും സെറ്റ് ഓഫ് റിബൺസ് അല്ലെങ്കിൽ കമാൻഡ് ബട്ടൺസ് ഉണ്ടാവും, ഓരോ ഗ്രൂപ്പ്സും വെർട്ടിക്കൽ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ഈ ഒരു ബോക്സ് നെയിം ബോക്സ്, വളരെ ഇമ്പോർട്ടന്റ് ബോക്സ് ആണ് നെയിം ബോക്സ്. അതായത് ഇവിടെ കാണുന്ന നെയിം ബോക്സ് J5 എന്നൊക്കെ കാണാം അല്ലെ. നെയിം ബോക്സ് ഉദ്ദേശിച്ചത് ഒരു അഡ്രസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ അഡ്രസ്? താഴെ കാണുന്ന ഈ സ്പ്രെഡ്ഷീറ്റ് അല്ലെ, ഇവിടുത്തെ ഡാറ്റ ഫീഡ് ചെയ്യും നമ്മള്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം മൈക്രോസോഫ്റ്റിന് ക്ലോസ് ടു 52 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതിന് നെക്സ്റ്റ് കോമ്പറ്റീറ്റർ ആണ് നമ്മുടെ ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ്. അപ്പൊ ഗൂഗിള് ആ സ്പ്രെഡ്ഷീറ്റിന് കാര്യമായിട്ട് പേര് ഇട്ടിട്ടൊന്നുമില്ല, ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് തന്നെ കാണിക്കാം. മൈക്രോസോഫ്റ്റ് എന്താക്കി ഈ സ്പ്രെഡ്ഷീറ്റ് ഇത് റെക്കോർഡിംഗിലാണ്, റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണും കേട്ടോ, എല്ലാം റെക്കോർഡിംഗിലായിരിക്കും. ഹലോ, അപ്പം ഇത് എന്താ സെഷൻ കഴിഞ്ഞ മാക്സിമം ഒരു 20 മിനിറ്റ്സിന്റെ ഉള്ളിൽ ആ ലിങ്ക് ഒക്കെ അയച്ചു കേട്ടോ, ഡൗൺലോഡ് ചെയ്ത് വെക്കാം നിങ്ങളുടെ സിസ്റ്റത്തിൽ. അപ്പം ഇത് കാണിക്കുന്ന ഈ സ്പ്രെഡ്ഷീറ്റ് മൈക്രോസോഫ്റ്റ് ഒരു പേര് കൊടുത്തു, എക്സൽ എന്നുള്ള പേര് കൊടുത്തു. അപ്പൊ ഇവിടെ കാണുന്ന ഈ സ്പ്രെഡ്ഷീറ്റിന്റെ പേര് ആ ഒരു സെൽഫ് എക്സ്പ്ലനേറ്ററി, അതായത് ഷീറ്റ് സ്പ്രെഡ് ആയി കിടക്കാണ്. അപ്പൊ താഴെ കാണുന്ന ഈ സ്പേസ് കണ്ടില്ലേ, ഓരോ ചെറിയ ചെറിയ സെല്ല്, ഇത് സെല്ല് എന്ന് പറയും അല്ലെ, ഇത് സെല്ല് എന്ന് പറയും. ഇതിന് റോസ് എന്ന് പറയും, ഈ 1 2 3 4 5 എന്നുള്ളത്. ഇത് കോളംസ് എന്ന് പറയും, ABC എന്നുള്ളത്. അപ്പൊ എത്രത്തോളം റോസും കോളംസും നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പം ഒരു സെല്ല് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് എങ്ങനെ കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ ഈ സെല്ല് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം G3 കാണാം. അതായത് അഡ്രസ് ഉദ്ദേശിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ്. G എന്ന കോളത്തിൽ 3rd റോ. ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം G8 കാണാം. G എന്നുള്ള കോളത്തിൽ 8th റോ. ഇതാണെങ്കിൽ C5 എന്ന് കാണാം അല്ലെ. ഇതൊക്കെ അഡ്രസ് കാണിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങൾ ഇതൊരു സെല്ലാണെങ്കിൽ അപ്പൊ ഇതിനെന്താ പറയാ? ഇതിന് റേഞ്ച് എന്ന് പറയും. അതായത് ഒന്നിലധികം സെല്ലിന് ഇതൊരു റേഞ്ച് ആണ്, ഇതൊരു റേഞ്ച് ആണ്, ഇതൊരു റേഞ്ച് ആണ്. അപ്പൊ ഇതിന്റെ അഡ്രസ് അങ്ങനെ കിട്ടാം. ഇത് സെല്ലിന് അഡ്രസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഡയറക്ട്ലി ഈ ഫീൽഡിൽ ഞാനിപ്പം X100 കൊടുത്താലും X100ലേക്ക് നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെല്ലിലേക്കത്തേക്ക്. അല്ലെങ്കിൽ ഞാനിപ്പം A5 കൊടുത്താലും അതിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്, A5ലേക്ക്. എനിക്ക് ഈ ഒരു ഏരിയയിലേക്ക് എനിക്ക് നാവിഗേറ്റ് ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് പേര് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഡയറക്ട്ലി എന്താക്കുന്നു, ഒരു പേര് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ യെല്ലോ എന്നുള്ളൊരു പേര്, ഒരു പേര് യെല്ലോ. ഞാൻ എൻ്റർ ചെയ്യുന്നു, ഞാൻ ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും ഷീറ്റിൽ പോയിട്ട് ഡ്രോപ്പ് ഡൗൺ യെല്ലോ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യും, മറ്റേ ഷീറ്റിലേക്ക് വന്ന് കറക്റ്റ് ഏരിയ. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ തിങ്ക് ഇതൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം, ആ മൈൻഡിൽ എന്താ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഇതൊക്കെ ഏതൊക്കെ ഇതിലാണ് ഉപയോഗിക്കുക. ഇത് നമ്മളെ 3rd മൊഡ്യൂളിലാണ് വരുന്നത്, ഈ ഒരു നെയിം ഡെഫിനിഷനെ കുറിച്ചിട്ട്. അതായത് ഒരു സെല്ലിലുള്ള വാല്യൂ, നമ്മുടെ ഒരു സെല്ലിലുള്ള വാല്യൂ വേറൊരു സെക്ഷനിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ചും കൊണ്ട് നമുക്കൊരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാം. അതിലൊക്കെയാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. ഇപ്പം കാണിച്ചു കേട്ടോ, നെയിം ഡിഫൈൻ ചെയ്യാനുള്ള. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ഏരിയ സെലക്ട് ചെയ്യാം, ഡിഫൈൻ നെയിംസിലുണ്ടല്ലോ, ഇവിടെ പോയിട്ട് നെയിം ബോക്സിൽ ഉണ്ടാവും. ജസ്റ്റ് ഏതെങ്കിലും പേര് ഒന്ന് അടിച്ചു നോക്കൂ, സ്പേസ് പാടില്ല എന്ന് മാത്രം, സ്പേസ് വേണമെങ്കിൽ അണ്ടർസ്കോർ ഉണ്ടാവും. എന്തെങ്കിലും പേര് അടിച്ചിട്ട് എൻ്റർ ചെയ്താൽ മതി. ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് ആ പേര് അവിടെ ഉണ്ടാവും, എന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. നോക്കി നോക്കുന്നു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആയിട്ട്. അതിന്റെ ബിസിനസ് കേസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ, ഓരോ മൊഡ്യൂൾ ടു മൊഡ്യൂൾ. സാറേ, നമുക്ക് പെട്ടെന്നൊരു കാര്യം എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പേര് നെയിം കൊടുത്താൽ കറക്റ്റ് അതിലേക്ക് പോകുമല്ലോ അല്ലേ? അതെ, പ്രിന്റ് എടുക്കാനൊക്കെ പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കേസ് വരുന്നുണ്ട് 3rd മൊഡ്യൂൾ, വർക്ക്ഷീറ്റിന്റെ മൊഡ്യൂൾ ഞാൻ പറഞ്ഞു കേട്ടോ. ജസ്റ്റ് ഇന്റർഫേസ് പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു ഫീൽഡ് ഞാൻ പറഞ്ഞത് മാത്രം എന്താന്നുള്ളത്. ഇതൊന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ, ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത്? ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഒരു ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു.
ഈ ഫീൽഡ് നെയിം ബോക്സിൽ അവിടെ ഒരു പേര് ഞാൻ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എക്സൽ പേര് കൊടുത്തു. അന്ന് എൻ്റർ ചെയ്താൽ മതി. ആ പേര് അവിടെ ഉണ്ടാവും, കണ്ടില്ലേ? ക്ലിക്ക് ചെയ്താൽ മതി, നാവിഗേറ്റ് ചെയ്യും. സെലക്ട് ചെയ്ത് പേര് കൊടുത്താൽ മതി അല്ലേ? യെസ് യെസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നോട്ട് എഴുതി വെക്കാം. ചില ഷോർട്ട് കട്ട് ഒക്കെ വരുമ്പോൾ എഴുതി വെക്കട്ടോ. ഞാൻ എന്തായാലും ക്രിസ്പ് ആയിട്ടുള്ള നോട്ട് എന്തായാലും ഇതിന് ശേഷം തരും. പക്ഷെ നിങ്ങളായ രീതിയിൽ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ എഴുതി വെക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഫോർമുല ബാർ എന്ന് പറയും. ഫോർമുല ബാർ അതായത് നമ്മൾ ഈ സെല്ലിന്റെ അകത്തേക്ക് കൊടുക്കുന്ന ഓരോ ഡാറ്റയുടെ റിഫ്ലക്ഷൻ ഇവിടെ കാണിക്കും. ഇപ്പൊ ഞാനിപ്പം ഇവിടെ 1 2 3 ടൈപ്പ് ചെയ്തു, ഇവിടെ ABC എന്ന് ടൈപ്പ് ചെയ്തു അല്ലെ. ഇത് രണ്ടും ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും വ്യത്യാസം എന്താ? രണ്ടും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വ്യത്യാസം എന്തത്? യെസ്, കാണുന്നത് ഒന്ന് റൈറ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റ്. അതായത് എല്ലാ നമ്പേഴ്സ് ഒക്കെ ബൈ ഡീഫോൾട്ട് എക്സൽ എന്താവും റൈറ്റ്സിലേക്ക് കളി ചെയ്യാം ബൈ ഡീഫോൾട്ട്. ടെക്സ്റ്റ് ഒക്കെ ലെഫ്റ്റിലേക്കും. ചില ഇതിൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 80% ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ. അതായത് ചില നമ്പേഴ്സുമായി തോന്നും, പക്ഷേ ലെഫ്റ്റിലേക്ക് കണ്ടിട്ടില്ല. ഇങ്ങനെ ഐക്കൺ വെച്ചുകൊണ്ട് അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ. ഡാറ്റ ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് ആയി തോന്നും, പക്ഷെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതിലുണ്ടാവും. ഇത് ആക്ച്വലി ടെക്സ്റ്റ് ആയിട്ടാണ്. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഡാറ്റ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എക്സലില് 3 ടൈപ്പ് ഓഫ് ഡാറ്റ സപ്പോർട്ട് ചെയ്യും. ഒന്ന് നമ്പർ, ഒന്ന് ടെക്സ്റ്റ്, ഒന്ന് ഫോർമുല ഓർ ഫംഗ്ഷൻ. 3 ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഫോർമുല ഓർ ഫംഗ്ഷനെ പറ്റിയിട്ട് ഒരു ടെൻഷൻ വേണ്ട, കാരണം 5th മോഡ്യൂൾ തൊട്ട് അതിനെ പറ്റിയിട്ട് എടുക്കുന്നത് കംപ്ലീറ്റ് ബേസിക് തൊട്ടാണ് കേട്ടോ. ഫോർമുല ഓർ ഫംഗ്ഷനെ കുറിച്ചിട്ട് ഈ ഫോർമുലയും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം പറയാൻ പറ്റുമോ? അതിനെപ്പറ്റി ഇപ്പൊ ടോപ്പിക് എടുക്കുന്നില്ല, എന്നാലും ചോദിക്കാം. ഫോർമുലയും ഫംഗ്ഷൻ വ്യത്യാസം എന്താ? രണ്ടും സെയിം ആണോ? ചിലർ പറയാണ്ട് വി ലുക്ക് ഓഫ് ഫംഗ്ഷൻ, ചിലർ പറയാം വി ലുക്ക് ഓഫ് ഫോർമുല. രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഉണ്ടോ? പറയാം. ഫങ്ഷൻസ് ഉപയോഗിച്ച് ഫോർമുല ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർമുല സിമ്പിൾ ഫോർമുലസ് എങ്ങനെ ഉണ്ടാക്കാം. ഫംഗ്ഷൻസ് ഇട്ടിട്ട് ഫോർമുല ഉണ്ടാക്കി എങ്ങനെ മനസ്സിലായില്ല? ഇപ്പൊ വി ലുക്ക് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഫോർമുലാസ് സെറ്റ് ചെയ്യാലോ. അതുപോലെ കൗണ്ട് ഇഫ് അല്ലെങ്കിൽ സം ഇഫ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഞാനിപ്പോ 2 2 ഇവിടെ 2 ഇതെനിക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ ഏതൊരു ഫംഗ്ഷൻസ് ഫോർമുല സ്റ്റാർട്ട് ഈക്വൽ ടു വെച്ചിട്ടാ. ഈക്വൽ ടു ഞാൻ ഇവിടെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ഫോർമുല ഉദ്ദേശിക്കുന്നത് ആ റെസ്പെക്റ്റീവ് സെൽ റെഫറൻസ് മാനുവലി സെലക്ട് ചെയ്തിട്ട് മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ ആയ പ്ലസ് സൈക്കിൾ ഇട്ടിട്ട് അടുത്ത സെൽ സെലക്ട് ചെയ്തു. ഇതെല്ലാം മാനുവലി ഞാൻ ചെയ്തത്. എൻ്റർ ചെയ്തു, 4 കിട്ടി. പക്ഷെ ഫംഗ്ഷൻ എന്താ? ആക്ച്വലി എനിക്ക് സമ്മ കിട്ടിയത്. ഫംഗ്ഷൻ ഉദ്ദേശിച്ച് എക്സൽ പ്രീ ബിൽഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ഫോർമുലക്കാണ്. അപ്പം എ തൊട്ടിട്ട് സെഡ് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലോസ് ടു 476 പ്രീ ബിൽഡ് ചെയ്തിട്ട് ഫോർമുലാസ് നമുക്ക് എക്സൽ കാണാം. എന്നെ ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പൊ ഞാൻ സമ്മ ഉണ്ട് SUM ആ റെസ്പെക്റ്റീവ് വാല്യൂ സെലക്ട് ചെയ്ത് ക്ലോസ് ദി ബ്രാക്കറ്റ്. ഞാനിവിടെ പ്ലസ് ആയിട്ട് ഇട്ടിട്ടൊന്നുമില്ല, ഓട്ടോമാറ്റിക് എക്സലിനെ ക്യാപ്ചർ ചെയ്തു. ഇത് ഫംഗ്ഷൻ ആണ്, ഇതെന്താ ഫോർമുലയാണ്. അത്ര ഡിഫറൻസ് ഉള്ളൂ. അപ്പം ബേസിക് ലെവൽ അറിയാത്ത ആൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് തൽക്കാലത്ത് തലയിൽ വലുതായി കൊടുക്കൊന്നും വേണ്ട, കാരണം ഇത് ബേസിക് തൊട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 5ാമത്തെ മുന്നോട്ട് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഭാഗമായിട്ട് 3 ടൈപ്പ് ഓഫ് ഡാറ്റ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഞാൻ പറയാൻ വേണ്ടി നിൽക്കുന്നത്. ഒരാള് ഒരു ഡൗട്ട് ചോദിച്ചു, പ്രൊജക്ട് വിളി. ഇത് പ്രൊജക്ട് ഈ അസൈൻമെന്റ് ഇതിൽ ഉണ്ടാവില്ല. നമ്മളെ 4ാമത്തെ മൊഡ്യൂൾ ഇട്ടുള്ള അസൈൻമെന്റ് ഒക്കെ വരും. അത് വരുന്ന റിലക്സ് ആയിരിക്കും. ഓക്കെ, ബേസിക്സിൽ അസൈൻമെന്റ് ഉണ്ടാവില്ല. ഇനി ജസ്റ്റ് ഒന്ന് A1 എന്നുള്ള സെൽ സെലക്ട് ചെയ്യുന്നു. ഇതിന്റെ എത്ര റോ ഉണ്ടായിരുന്നു? അപ്പം A1-ലുള്ളത്. അപ്പൊ 1 തൊട്ടിട്ട് എത്ര റോ വരെ എക്സൽ കപ്പാസിറ്റി ഉണ്ട് നോക്കാം. കൺട്രോൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കൺട്രോൾ ഡൗൺ ആരോ ക്ലോസ് ടു 1 million, അത് മോർ ദാൻ 1 million റോ ഐറ്റംസ് ഇതിലുണ്ട് അല്ലെ. 10,48,576 റോ ഉണ്ട്. ഇതാണ് മാക്സിമം കപ്പാസിറ്റി എക്സലിന്. കൺട്രോൾ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് നോക്കൂ.
തിരിച്ചതിലേക്ക് എത്തുണ്ടാവും. അതുപോലെ തന്നെ എ തൊട്ടിട്ട് കൺട്രോൾ റൈറ്റ് ആരോ SFT വരെയുണ്ട്. 16,200 സംതിങ് കോളംസ് ഉണ്ട്. ഇതിലേക്ക് വരുന്നു കൺട്രോൾ ലെഫ്റ്റ് ആരോ, അതായത് കൺട്രോൾ ഡൗൺ ആരോ, കൺട്രോൾ അപ്പ് ആരോ, കൺട്രോൾ റൈറ്റ് ആരോ, കൺട്രോൾ ലെഫ്റ്റ് ആരോ. നമുക്ക് ആ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ക്ലിക്കായിട്ട് എല്ലാ കീബോർഡിലും വർക്ക് ചെയ്യും. ഓക്കെ, സാർ എനിക്ക് കോളം ടേബിളിൽ 1000ലേക്ക് പോകാനോ? ഏത് 1000 ഇപ്പം A1000 ഇവിടെ ടൈപ്പ് ചെയ്താൽ പോലെ A1000 എന്നുള്ളത് അഡ്രസ് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്യട്ടോ, ഷോർട്ട് കടിക്കുക, നോറീസ്. പിന്നെ അതുപോലെ തന്നെ താഴെ പറഞ്ഞോളൂ. ഡിലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സൈഡ് വന്നത് ഏ സൈഡിൽ വന്നത് ജസ്റ്റ് ഞാൻ ഈ കൺട്രോൾ ഡൗൺ ആരോ അടിച്ചു, മറ്റേ നമ്പർ ഓഫ് റോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടല്. കൺട്രോൾ ഡൗൺ ആരോ, കൺട്രോൾ അപ്പ് ആരോ അടിച്ചാൽ മതി. ആരോ, റൈറ്റ് ആരോ, ലെഫ്റ്റ് ആരോ. ഓക്കെ ഓക്കെ ശരി. ഇനി അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെ ഷീറ്റിലും എനിക്ക് തോന്നുന്നത് 2010 മുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ബൈ ഡീഫോൾട്ട്, ഐ മീൻ എല്ലാവരുടെ വർക്കുകൾ ബൈ ഡീഫോൾട്ട് ഒറ്റ ഷീറ്റേക്കും കാണിക്കുക അല്ലെ? ഒരു ഷീറ്റല്ലേ കാണിച്ചത് എല്ലാവരും അല്ലെ? നിങ്ങൾ മാനുവൽ ഇൻസേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഷീറ്റേക്കും കാണിക്കുക. അപ്പൊ ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാണ്, എനിക്ക് എപ്പോഴും എന്റെ വർക്ക് ഷീറ്റ് 5 എണ്ണം കാണിക്കണം. ഇപ്പൊ ഞാൻ ഒരു പുതിയ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്താലും 5 എണ്ണം കാണിക്കും. ഇപ്പൊ ഞാൻ എക്സൽ ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 ഷീറ്റ് അത് കാണിക്കുള്ളൂ. പുതിയ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്താലും അത് ഞാൻ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാ. 5 എണ്ണം കാണിക്കുള്ളൂ. താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ 5 എണ്ണം കാണും. ബുക്ക് 3 എന്നുള്ളതിൽ 5 എണ്ണം കാണിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഒന്നല്ല കാണിക്കേണ്ടത്. ബൈ ഡീഫോൾട്ട് എന്റെ വർക്ക് ബുക്കിൽ 10 ഷീറ്റ് കാണിക്കണം എപ്പോഴും. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു വർക്ക് ബുക്കിൽ അപ് ടു 255 ഷീറ്റ്സ് വരെ എക്സൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. 255 മാക്സിമം 255 ഷീറ്റ്. ഓരോ ഷീറ്റുമാണ് 255 ഷീറ്റ് വരെ ഒരു വർക്ക് ബുക്കിൽ എക്സൽ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ ഓക്കെ എനിക്ക് എന്റെ സിസ്റ്റത്തിൽ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ 10 ഷീറ്റ് കാണിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫയലിൽ പോയിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യൂ. ഫയൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തോ? അതില് ഫസ്റ്റ് ഇത് ജനറൽ ഇല്ലേ, ജനറൽ ലെഫ്റ്റ് സ്റ്റാമ്പ് ജനറൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. വെൻ ക്രിയേറ്റിംഗ് ന്യൂ വർക്ക് ബുക്സ് ഇൻക്ലൂഡ് ദിസ് മെനി ഷീറ്റ് അല്ലെ? 5 അവിടെ നിങ്ങൾക്ക് 5 വരെ 1 എന്നല്ല കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇൻക്ലൂഡ് ദിസ് മെനി ഷീറ്റ്സ് അതൊന്ന് മാറ്റി വെക്കൂ. ജസ്റ്റ് ഒന്ന് മാറ്റി 10 നെറ്റാക്കിയിട്ട് ഓക്കെ അടിച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് മാറില്ല. ഇനി പുതിയൊരു ഷീറ്റ് എടുക്കുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. നോക്കിയോ? അല്ലെ? അത് ഇനി മാറില്ല. ഇനിയിപ്പോ നാളെ നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്താൽ അത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ മാറ്റം വരുന്നതിനനുസരിച്ച് അത് മാറും. 285 വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നിങ്ങളെ സൈഡിൽ നിന്നും ചെറിയൊരു ടാസ്ക്, അതായത് ഒരു 8 ഷീറ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട്, ഒരു 8 എണ്ണം മാനുവൽ ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന്റെ പേരോ അല്ലെങ്കിൽ കൺട്രി നെയിം ഇട്ടൊന്ന് കൊടുത്തോളൂ. നെയിം ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുകയാണ് ഇന്ത്യ, UAE, ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. ഖത്തർ, ഡിഫറെന്റ് ബ്രാഞ്ച് നെയിം എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ആൻഡ് കുവൈറ്റ് 5 എണ്ണം പ്ലീസ്. കൊടുത്തിട്ട് എന്ന് പറയാട്ടോ. എല്ലാരും ഫോളോ ചെയ്യുന്നില്ല അല്ലെ? എഹസാൻ, അമിതാഷ് ഓക്കെ അല്ലേ? ഫാസിൽ, ജോമോൻ പറയാം.
ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. എല്ലാവരും ഡിഫറെന്റ് നെയിം കൊടുത്തോളൂ. അല്ലെ, കൊടുത്തില്ല എല്ലാവരും? ഇപ്പൊ സപ്പോസ് നിങ്ങളെ വർക്കിന്റെ ഭാഗമായിട്ട് ഒരു 25-50 ഷീറ്റോളം മെയിൻറ്റെയിൻ ചെയ്യുന്ന വിചാരിക്കുക. ഓരോ ഷീറ്റും ഓരോ പേരുണ്ടാവും, ബ്രാഞ്ച് നെയിമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പം സ്വാഭാവികമായിട്ടും അത് ലെങ്ത് കൂടുമ്പോൾ ഈ ഒരു ലെവലിലെത്തും. ഇവിടെ ഒരു ആരോ ഐക്കണൊക്കെ കാണാൻ പറ്റും അല്ലെ. ഇങ്ങനെ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങള് ഒരുവിധം അല്ലെ. എന്നിട്ട് നമ്മൾ എന്താക്കും, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇന്ത്യ എന്നുള്ള ഷീറ്റിൽ നിന്നും ലാസ്റ്റ് കാനഡയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യണം അല്ലെ. കാനഡയിലേക്ക് ഇങ്ങനെ മൂവിപ്പിക്കാൻ നിങ്ങൾ 1 by 1. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇപ്പൊ മാനുവലായി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഒരു ഷീറ്റിൽ നിന്ന് വേറെ ഷീറ്റിലേക്ക്, അത് 1ാമത്തെ ഷീറ്റിൽ നിന്ന് 200ാമത്തെ ഷീറ്റിൽ എത്തണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യണ്ട. ക്വിക്കായിട്ട് പോകണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ താഴത്തുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ ഇവിടെ കണ്ടില്ല, ഈ ഗ്യാപ്പ് ആരോ മാർക്കുള്ള, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ആ ഷീറ്റിന്റെ ലിസ്റ്റ് കാണുന്നു, നോക്കി നോക്കൂ. കാണുന്നില്ലേ? ആ കണ്ടിട്ട് നിങ്ങൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഏത് ഷീറ്റിലേക്കാണോ പോകേണ്ടത് ആ ഷീറ്റിന്റെ പേര് ടൈപ്പ് ചെയ്താൽ മതി, ആ ഫസ്റ്റ് ലെറ്റർ. എന്നിട്ട് എൻ്റർ ചെയ്താൽ മതി. അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അല്ലെ. അതായത് നമ്മൾ മൗസ് ഉപയോഗിച്ചും കൊണ്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ക്വിക്കായിട്ട് ഒരു ഷീറ്റ് വേറെ ഷീറ്റിൽ നാവിഗേറ്റ് ചെയ്യാൻ ഒരു ട്രിക്സാ പറഞ്ഞത്. അതായത് ഈ ഒരു ഗ്യാപ്പിൽ വെച്ചും കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഇല്ലാത്തവർ മാത്രം പറയാം. വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ. പഴയ വേർഷനിൽ ഇത് കാണുന്നില്ല, 2010 കാണുന്നില്ല. ജസ്റ്റ് ആ പേര് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് അല്ല, ആ കോർണറിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. കിട്ടേണ്ടതാണത്. ലെഫ്റ്റിലേക്ക് ഒന്ന് കോർണർ കാണോ, സ്പേസ് കാണണ്ടോ, അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ചുമ്മാ ഒന്ന് കിട്ടേണ്ടതാണല്ലോ പഴയ വേർഷനിലും. കിട്ടുന്നില്ല? ആ പേര് കാണിക്കുന്നുണ്ട് അവിടെ. ആ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേര് നമ്മൾ ഏതൊക്കെ എല്ലാ ഷീറ്റിന്റെ പേര് കാണിക്കുന്നുണ്ട്, പക്ഷെ കോപ്പം വരുന്നില്ല. നമ്മള് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതേപോലത്തെ ഡയലോഗ് ബോക്സാ വേറൊരു രീതിയിൽ എല്ലാ പേര് കാണിക്കുന്നുണ്ട്. പേര് കാണിക്കുന്നത് പക്ഷെ അല്ല, നിങ്ങൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒമാൻ ആണെങ്കിൽ ഞാൻ ഓ ടൈപ്പ് ചെയ്താൽ മതി, ഓ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്നു, കണ്ടോ അതിലേക്ക് പോകും. കിട്ടുന്നില്ലത്, ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടുന്നില്ല. ഇത് വേറൊരു നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യേണ്ട ആ ഒരു ഇതുള്ളത് തന്നെ അല്ലേ. ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവുന്നില്ല, പക്ഷെ അത് പേര് കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേര് കാണിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തന്നെയല്ലേ. അതായത് ഡയലോഗ് ഈ ആക്റ്റീവ് ഈ ഒരു ബോക്സ് കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇല്ല, അതെ അങ്ങനെ കാണിക്കുന്നില്ല തന്നെ അല്ലേ. ലിസ്റ്റ് ഓഫ് നെയിം ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. കാണിക്കുന്നുണ്ട്, പക്ഷെ മാനുവൽ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം, അതാണ് പ്രശ്നം. തന്നെ അത് ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ലെറ്റർ അടിച്ച ടൈപ്പ് ചെയ്ത നെയിംസ് ഏതൊക്കെ കൺട്രി നെയിം ആണ് എന്തൊക്കെയാണ്? അല്ല, ഒമാന്. ഓക്കെ, അത് ഓ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്നും വരുന്നില്ല. ഓ എന്നുള്ളത് ലെറ്റർ ക്ലിക്ക് ചെയ്തിട്ടൊന്നും അതിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നില്ല. സി ആവുന്നില്ല. ഇല്ല മേ ബി വേർഷൻ ഇഷ്യൂ ആവും, സോറി. അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് ആക്കിയാൽ മതി. വേർഷന്റെ അല്ല, ചിലപ്പോൾ ക്രാക്ക് വേർഷൻ അത് പല റീസൺ ഉണ്ടാവും. പക്ഷെ ഇത് അധികം കിട്ടേണ്ടതാണ് മെജോറിറ്റി കളിക്കരുത്. ബാക്കി കിട്ടുന്നുണ്ടോ? മേ ബി അതായിരിക്കാം. ക്രാക്ക് എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ക്രാക്കിൽ എന്തൊക്കെ ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഓ
നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഷീറ്റിന്റെയും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ആൽഫബറ്റ് ഞെക്കുമ്പോൾ ആ ഷീറ്റിലോട്ട് പോകുന്നതാണോ അത് ജസ്റ്റ് ആ പൊക്കത്തിലോട്ട് അങ്ങനെ കയറുന്നേ ഉള്ളൂ? ഇല്ല ആൽഫബറ്റിൽ നെക്കുമ്പോ ഓ ടൈപ്പ് ചെയ്ത് കണ്ടില്ലേ, ഇനി എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്താൽ അതിലേക്ക് പോകും. യു എയിലാണ് ഞാനുള്ളത്, അതിലേക്ക് ജമ്പ് ചെയ്യും. കണ്ടില്ലേ? അങ്ങനെ വരുമ്പോ ഓക്കെ. പക്ഷെ ഏറ്റവും ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ തന്നെ മൗസ് ഉപയോഗിച്ചാലും വളരെ എളുപ്പമുള്ള സംഭവമാണ്. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അറിയാൻ പറ്റും അല്ലെ? മറ്റെത്ര മെനക്കേട് ഉണ്ടാവും, ഇങ്ങനെ കുറെ ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യണ്ടേ. ഏറ്റവും ബെസ്റ്റ് എന്നല്ലേ? സാർ ഇത്രയും കാലം ഓരോ ഷീറ്റും 1 by 1 നമ്മൾ പോയത് നോക്കിട്ട് ഹെൽപ്പായി. കോർണർ സംഭവം ഉണ്ട്, ചില ഹിഡൻ ട്രിക്സുകൾ ഉണ്ട്, അത് വളരെ എളുപ്പമുള്ള നമുക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഷീറ്റിൽ നിന്ന് വേറെ ഷീറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് ചില ഭയങ്കര നമ്മൾ തന്നെ ചില എക്സൽ എക്സ്പേർട്ട് നിങ്ങളെ ഓഫീസിൽ ഉണ്ടാവും, അവര് കീബോർഡ് വിട്ട് കളിയില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും അല്ലെ? അപ്പൊ നമ്മള് തപ്പിപ്പിടിച്ച് ഈ മൗസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഖത്തറിന് ബഹ്റൈൻ ക്ലിക്ക് ചെയ്യുന്നു. അതിന്റെ ആവശ്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് പേജ് ഡൗൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നാവിഗേറ്റ് ചെയ്യും. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് പിടിക്കാം. പേജ് അപ്പ് പേജ് ഡൗൺ, റൈറ്റിലേക്ക് പേജ് അപ്പും പേജ് ഡൗൺ ലെഫ്റ്റിലേക്കും. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതൊക്കെ സ്ഥിരമായിട്ട് നമ്മള് ശീലിക്കേണ്ട സംഭവമാണ്. അത് ഈ ഒരു ഷോർട്ട് കട്ടിക്കൊക്കെ കൺട്രോൾ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. സാർ ആ കൺട്രോളിന് ഒന്നുകൂടി പറഞ്ഞേ. കൺട്രോൾ പ്രസ് ചെയ്തത് കൺട്രോൾ പേജ് അപ്പ് ആൻഡ് പേജ് ഡൗൺ. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് പേജ് അപ്പ് പേജ് ഡൗൺ എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. വിടുന്നില്ലേ? പേജ് അപ്പ്. ഒരു പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് ഉപയോഗിക്കാണ്ട് ഷിഫ്റ്റ് F11 ക്ലിക്ക് ചെയ്താൽ മതി. ഷിഫ്റ്റ് F11 ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കീബോർഡില് ഒരു FN എന്ന് പറഞ്ഞ ഒരു കീ ഉണ്ടാവും. കുറച്ച് ഒരു ചൊറ കീ ആണത്. ആക്ച്വലി ചില കീബോർഡിൽ ഉണ്ടാവുന്നതാ. അതുണ്ടെങ്കിൽ എന്താ, എപ്പോഴും F1 എന്തെങ്കിലും കീബോർഡ് അത് അടുത്തും പ്രസ് ചെയ്യണം. ഷിഫ്റ്റ് FN F1 അല്ലെങ്കിൽ ഷിഫ്റ്റ് FN F11 മാത്രം മതി കേട്ടോ. അതൊരു ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ. സാർ ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി കൺട്രി നെയിം ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അതിപ്പോ രണ്ട് കൺട്രീന്റെ ഇടയിൽ പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പുതിയ ഷീറ്റാ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് F11. ഇപ്പൊ ബഹ്റൈനും കേസിനും ഇടയിൽ ഒരു ഷീറ്റ് വേണം പറഞ്ഞത്. അത് ഷിഫ്റ്റ് F11 ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ എവിടെ അവിടുന്ന് ആഡ് ആവുള്ളൂ. കണ്ടില്ലേ? നമ്മൾ ആഡ് ചെയ്തുള്ള കളയാൻ വേണ്ടി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഞാനിപ്പോ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, ഇപ്പൊ ഇന്ത്യ ക്ലിക്ക് ചെയ്യുമ്പോഴും UAE ഇതൊക്കെ ഇൻഡിവിജ്വൽ ആണ് അല്ലെ? ഇവിടെ ബുക്ക് 1 എന്ന് കാണാം അല്ലെ? ഇതൊക്കെ ഇൻഡിവിജ്വൽ ഷീറ്റ് ആണ്. ഇതിലൊക്കെ എന്താക്കണം അറിയാം എനിക്ക്. കോമൺ ആയിട്ട് ഇപ്പൊ ഇന്ത്യയിലും അതുപോലെ തന്നെ UAEയിലും എനിക്ക് ഒരേ ഡിസൈൻ അല്ലെങ്കിൽ ഒരേ ഫോർമാറ്റും ഡാറ്റ ഫീഡ് ചെയ്യണമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഹെഡിങ് സെറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഹെഡിങ് സെലക്ട് ചെയ്തു, ബോർഡർ ലൈൻ കൊടുത്തു, ഒരു ഹെഡിങ്ങിന്റെ ഇത് കൊടുത്തു. ഇതേപോലെ തന്നെ എവിടെയും വേണമെന്ന് വിചാരിക്കാം. അതിന് 1 by 1 പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നമുക്ക് ഏതൊക്കെ ഷീറ്റിലാണോ ആ ഒരു ഫോർമാറ്റ് വേണ്ടത്, ആദ്യം ആ ഫസ്റ്റ് ഷീറ്റ് സെലക്ട്. ഇപ്പൊ ഇന്ത്യ, അതിനുശേഷം എനിക്ക് വേണ്ട UAE പിന്നെ ഖത്തറാണ്. ഇപ്പൊ ഇന്ത്യക്ക് ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഷീറ്റാണ് വേണ്ടത്, UAEയും ഖത്തറും സെലക്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഇവിടെ നോട്ട് ചെയ്താൽ മതി. ഈ ബുക്ക് കൊണ്ട് നോട്ട് ചെയ്താൽ മതിയെ. UAE ക്ലിക്ക് ചെയ്യുന്നു, ഖത്തർ ക്ലിക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു മാറ്റം വന്നു ഇവിടെ? എന്തൊരു സംഭവം? ഒരു ഗ്രൂപ്പ് പറഞ്ഞ സംഭവം വന്നു അല്ലെ? കാരണം ഇതിപ്പോ ഒരു ഒറ്റ ഗ്രൂപ്പായി. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യം ഇവിടെ ഫീഡ് ചെയ്താലും ഞാൻ ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഇത് ഇനി നോക്കി നോക്കൂ, ആ 3 1 എല്ലാം വന്നിട്ടുണ്ട്. ഒരേ ടൈമിൽ അത് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രൂപ്പ് ആയിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാൻ ഇന്ത്യ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് കുവൈത്ത്, ഒമാൻ, കാനഡ. ഇത് കണ്ടിന്യൂസ് അല്ല, ഇടപെട്ടിട്ടല്ല. ഇന്ത്യ എടുത്തു, കുവൈത്ത് എടുത്തു, ഒമാനും കാനഡയും. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ടോ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്. ഞാനിപ്പോ എന്തെങ്കിലും ഡാറ്റ അവിടെ ടൈപ്പ് ചെയ്താല് ഇനി ഏതെങ്കിലും സെലക്ട് ചെയ്യാത്ത ഷീറ്റ് സെലക്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അൺഗ്രൂപ്പ് ആവും. നോക്കൂ, ഇന്ത്യ, കുവൈത്ത്, ഒമാൻ,
കാനഡ എല്ലാത്തിലും ആ ഡാറ്റ വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുന്നു ഗ്രൂപ്പ് ആയിക്കൊണ്ട്. ഇല്ല, അങ്ങനെ ആവുന്നില്ല. മീൻസ് ഗ്രൂപ്പ് ആവുന്നില്ല. ആ കൺട്രോൾ കീ പ്രസ് ചെയ്ത് മൗസ് ഉപയോഗിക്കുന്നുണ്ടോ സെലക്ട് ചെയ്യണേ? അതെ 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 അങ്ങനെ കൺട്രോൾ കീ റിലീസ് ചെയ്യരുത്. ഇല്ല, പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ പഴയ വെർഷൻ എനിക്ക് ഇല്ല. വേർഷൻ നന്നാ പോയതല്ലോ. വേർഷൻ എന്താ? ഫയൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ആവേണ്ടത് പഴയ വേർഷനിൽ ആവേണ്ടതാ കേട്ടോ. 19 അല്ല 10, 13 കിട്ടേണ്ടതാണ് സംഭവം. നിങ്ങൾ ഓൾട്ടല്ലോ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അല്ലേ ക്ലിക്ക് ചെയ്ത്? കൺട്രോൾ കീ പ്രസ് ചെയ്തും കൊണ്ടായിരിക്കണം റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കണം മൗസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യേണ്ടത്. കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചത് ഒരു ഇപ്പൊ നോക്കി നോക്കൂ, ഒരു കൺട്രോൾ കീ പ്രസ് ചെയ്തും കൊണ്ട് കുവൈത്ത് ഒമാനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഗ്രൂപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്ത്യ തൊട്ടിട്ട് ഒമാന് വരെ ഒറ്റയടിക്ക് നമുക്ക് സെലക്ട് ആവണം. നമുക്ക് കൺട്രോൾ കീന്റെ ആവശ്യമില്ല. ഇന്ത്യ സെലക്ട് ചെയ്ത ശേഷം ഷിഫ്റ്റ് ഇല്ലേ, ഷിഫ്റ്റ് അത് പ്രസ് ചെയ്തും കൊണ്ട് ഒമാൻ ക്ലിക്ക് ചെയ്ത് നോക്കൂ, ഒരുമിച്ച് ഒറ്റയടിക്ക് സെലക്ട് ആവും. നോക്കി നോക്കൂ, ഒരു കണ്ടിന്യൂസ് സെലക്ഷൻ വേണമെങ്കിൽ. അല്ലെ, അതായത് കണ്ടിന്യൂസ്. പറയാമോ? അതായത് നിങ്ങൾക്ക് റെസ്പെക്റ്റീവ്, അതായത് ഇന്ത്യ KSA ഒമാൻ, ഇത് കണ്ടിന്യൂഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ടായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇന്ത്യ തൊട്ടിട്ട് ഒമാൻ വരെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്യണ്ട, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഏത് വരാണോ സെലക്ട് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരുമിച്ച് സെലക്ട് ആവും. ഷിഫ്റ്റ് കീ ഒരു കണ്ടിന്യൂസ് സെലക്ഷൻ. മറ്റേതാണെങ്കിൽ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. കൺട്രോൾ കീ ആണെങ്കിൽ. ഈ ഓപ്ഷന് ഡാറ്റ ഫീഡിങ് അല്ലാതെ നമുക്ക് ഇപ്പൊ ഫോർമുല ഫംഗ്ഷൻ അതെല്ലാം പറ്റുമോ? ഏതില് ഡാറ്റ ഫീഡിങ് അല്ലാണ്ട് എങ്ങനെ? ഈ മൾട്ടിപ്പിൾ ടാബ്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ടാബിൽ തന്നെ അതെ എല്ലാത്തിലും പക്ഷെ സെയിം പ്ലേസിൽ ആവുന്നു മാത്രം. എവിടെയാണ് കൊടുക്കണത് ആ ഇതിൽ മാത്രം കേട്ടോ. ഫോർമാറ്റിംഗ് എല്ലാം അതുപോലെ ചെയ്യാം. സെയിം സാധനം ചെയ്യും. കിട്ടുന്നുണ്ട് എല്ലാവർക്കും? സൗരവ്, യാസിർ, ഷിജോ ഓക്കെ അല്ലേ? റിയാസ് പറയാം. നമ്മളിപ്പോ ഗ്രൂപ്പ് സെലക്ട് ചെയ്തില്ലേ? ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോർമുല ഡാറ്റാസ് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അൺഗ്രൂപ്പ് ആക്കാൻ പറ്റും, അൺസെലക്ട് ചെയ്യാൻ പറ്റും. അൺസെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഗ്രൂപ്പ് സെലക്ട് ചെയ്യാത്ത ഗ്രൂപ്പ് ഷീറ്റ് ഉണ്ടാവില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ മതി, അൺസെലക്ട് ആവും. ഓക്കെ, അപ്പൊ ഡാറ്റാസ് ഒന്നും പോവില്ല അല്ലേ? ഇല്ല, ഒന്നും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. ഓക്കെ, പിന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ബാർ ഇതൊക്കെ നാവിഗേറ്റ് ചെയ്യണം. നമുക്കറിയാം എന്തിനാണുള്ളത്, വളരെ സെൽഫ് എക്സ്പ്ലെയിൻ എന്താ ബാർ എന്നുള്ളത് നാവിഗേറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മുകളിൽ കാണിച്ച ടാബ് അല്ലെങ്കിൽ റിബൺസ് നമുക്കത് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ടാബ്സ് അല്ലെങ്കിൽ റിബൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊക്കെ എക്സൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അവരെന്നെ മൈക്രോസോഫ്റ്റ് സെറ്റ് ചെയ്ത് വെച്ച ഇമ്പോർട്ടന്റ് ടാബ്സും ഗ്രൂപ്പും റിബൺസ് ഒക്കെ അതൊന്നും മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇപ്പൊ നിങ്ങളിപ്പോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, നിങ്ങളെ പേരിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നിങ്ങളെ ഫേവറേറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റിബൺസ് ഉണ്ട് വിചാരിക്കാം. അതൊരൊറ്റ ഗ്രൂപ്പ് ആക്കണം, ഒരു വേറെ തന്നെ. ഫോർ എക്സാമ്പിൾ ഫിനാൻസ് എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഫിനാൻസിന്റെ ടാബ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളായിട്ടുള്ള ടാബ്സ് ക്രിയേറ്റ് ചെയ്യാം.
അതിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ റിബൺസ് ഇടാൻ പറ്റും, നിങ്ങളെ ഫേവറേറ്റ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിന് കസ്റ്റമൈസ് റിബൺ എന്നൊക്കെ പറയാം. നമ്മൾ കസ്റ്റമൈസ് ചെയ്യാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പൊ ഞാൻ പറയാണ്, ഓക്കെ, ഞാനൊരു ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ബാങ്കിങ് എന്നുള്ള ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് എങ്ങനെ ചെയ്യാം, നിങ്ങൾ നമുക്ക് ഒന്ന് ഒരുമിച്ച് ചെയ്യാം, സ്ലോയിൽ പോവുള്ളൂ. ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ടാബ് ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമൈസ് റിബൺ കാണിക്കുന്നില്ലേ അല്ലെ, ഏതെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് റിബൺ കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഈ സ്ക്രീനിൽ എല്ലാവരും എത്തിയോ? ഒരുമിച്ച് ചെയ്യാം. കസ്റ്റമൈസ് റിബൺ എന്നുള്ള ഒരു സെക്ഷൻ കാണാം അവിടെ അല്ലെ, ഈ ഒരു സ്ക്രീനിൽ. ഇതില് രണ്ട് ബക്കറ്റ്, രണ്ട് സെക്ഷൻ ഉണ്ട്. ഒന്നാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താ, എക്സലില് നിലവിലുള്ള ലിസ്റ്റ് ഓഫ് റിബൺസ് ആണ്, അല്ലെങ്കിൽ കമാൻഡ് ബട്ടൺസ് ആണ്. അതായത് ഇവിടെ കാണുന്ന ഇതൊക്കെ റിബൺസ്, കമാൻഡ് ബട്ടൺസ് കാണിക്കുക. നിങ്ങൾക്ക് ഇത്രത്തോളം ഉള്ളൂ, ഇത്രത്തോളം ഇത് കാറ്റഗറൈസ് ചെയ്ത്, അതായത് പോപ്പുലർ കമാൻഡ്സ് ആണ്. ഓൾ കമാൻഡ്സ് അടിച്ചു നോക്കും, n നമ്പർ ഓഫ് റിബൺസിൽ കമാൻഡ് ബട്ടൺസ് കാണാൻ പറ്റും. ഇതൊന്നും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി അല്ലെ. ഇതിന്റെ യൂസേജ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ നോക്കണം എന്ന് മാത്രം അല്ലെ. ഇത്രത്തോളം റിബൺസ് ആൻഡ് കമാൻഡ് ബട്ടൺസ് എക്സൽ അവൈലബിൾ ആണ്. നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ടാകുന്ന കേസും വരാം, ഇല്ലാതും വരാം. ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഇത് എക്സൽ പറയാണ്, ഈ ലെഫ്റ്റ് സൈഡ് ഇത്രത്തോളം സംഭവം ഉണ്ട് എന്നുള്ള സിസ്റ്റത്തില്. എക്സലിൽ എന്താണ്, നമ്മളെ എക്സലില് ഇംപ്ലിമെന്റ് ചെയ്തതാണ് റൈറ്റ് സൈഡ് ഉള്ളത്. ഇപ്പൊ നോക്കൂ, പേജ് ലേഔട്ടിൽ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പേജ് ലേഔട്ടിലുള്ളത്, ഈ പേജ് ലേഔട്ടിൽ തന്നെ തീം കാണാം, പേജ് സെറ്റപ്പ് കാണാം, സ്കെയിൽ ടു ഫിറ്റ് കാണാം. അതൊക്കെ ഇവിടെ കാണാം. തീം കാണാം, പേജ് സെറ്റപ്പ് കാണാം, സ്കെയിൽ ടു ഫിറ്റ് കാണാം. ഈ പേജ് സെറ്റപ്പിൽ തന്നെ നമുക്ക് മാർജിൻ കാണാം, ഓറിയന്റ്. ഇതൊക്കെ റിബൺസ് ആണ്. അതെവിടെ കാണാം, തീംസ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ പേജ് സെറ്റപ്പ് ക്ലിക്ക്, ഇവിടെ കാണാം മാർജിൻ കാണാം, ഓറിയന്റ്. ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എക്സലിൽ സെറ്റ് ചെയ്ത് വെച്ച റിബൺസ് ആൻഡ് കമാൻഡ്സ്, അല്ലെങ്കിൽ ടാബ്സ്, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആണ്. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന അറിയോ, ഞാനൊരു ഫിനാൻസ് എന്നുള്ളൊരു ടാബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ അണ്ടറിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, മൈ ഫേവറേറ്റ് ടൂൾസ് എന്നുള്ളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലേക്ക് കുറച്ച് റിബൺസ് ഞാൻ ഇവിടുന്ന് എടുത്തിടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ താഴെ കാണാം ന്യൂ ടാബ് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യില്ല, ന്യൂ ടാബ്. ശരിയല്ലേ, ന്യൂ ടാബ്. ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ന്യൂ ടാബ്, കസ്റ്റം, ന്യൂ ഗ്രൂപ്പ്. രണ്ട് സംഭവം വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ കസ്റ്റം ചെയ്യാണ്ടിരിക്കുക, ഇതിനൊരു പേര് കൊടുക്കണം. അപ്പൊ ഈ ന്യൂ ടാബിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫിനാൻസ്. ഫിനാൻസ് ഇതാണ് എന്റെ ടാബിന്റെ പേര് കൊടുത്തു. ഗ്രൂപ്പിന്റെ പേരെന്താ, മൈ ഫേവറേറ്റ് ടൂൾസ് എന്നുള്ള ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പൊ തീം എന്നുള്ള ഗ്രൂപ്പ് ആണല്ലോ ഇതിന്റെ അണ്ടറിലുള്ള. അപ്പൊ ഇതിന് എന്റെ ഫിനാൻസിലെ ടാബിന് ഒരു ഗ്രൂപ്പ് വേണം. ഒരു ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, വിടുന്നു, റീനെയിം കൊടുക്കുന്നു. ഇവിടെ വേണേ ഐക്കണും ഇവിടെ സെറ്റ് ചെയ്യാം, പക്ഷെ ഇവിടെ കാണാം ഡിസ്പ്ലേ നെയിം കാണാം. ഇവിടെയാണ് നമ്മൾ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുന്നത്, മൈ ഫേവറേറ്റ് ടൂൾസ്. ഇതാണ് ഗ്രൂപ്പിന്റെ പേര്. ഓക്കെ അടിക്കുന്നു. ഫിനാൻസും കാണാം, മൈ ടൂൾസ് എന്നുള്ള ഗ്രൂപ്പും കാണാം അല്ലെ. ഒന്ന് സെറ്റ് ചെയ്യോ, ഒന്ന് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്ത് വെക്കും. ഒന്ന് മിസ്സായത് പറയട്ടോ, വേണേ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? ഇല്ല, ആ ജനറൽ ഏതില് പോയിട്ട് എടുത്തത്? എന്താ ഏതില് പോയിട്ട് അത് എക്സൽ ഓപ്ഷൻ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ടാബ്സ്, ഈ റൈറ്റ് ക്ലിക്ക് ടാബ്സ് കസ്റ്റമൈസ് റിബൺ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ഉണ്ടാവും, താഴെ കാണാം ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ എന്താക്കി, ആ ടാബിലേക്ക് ഞാൻ ആ പുതിയ പേര് കൊടുത്തു, ഫിനാൻസിലുള്ള പേര് കൊടുത്തു. പിന്നെ മൈ ഫേവറേറ്റ് ടൂൾസ് ഉണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്താൽ, ഞാനിപ്പോ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം ഫിനാൻസ് എന്ന് കൊടുക്കുന്നു, ഫിനാൻസ്. ഓക്കെ അടിച്ചു. അതിനകത്ത് മൈ ഫേവറേറ്റ് ടൂൾസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീനെയിം ചെയ്യുന്നു, മൈ ഫേവറേറ്റ് ടൂൾസ്. ഓക്കെ അടിക്കുന്നു. ഈ ഗ്രൂപ്പിലേക്കാണ് ഞാൻ ഇടുന്നത്. ഇവിടെ നിന്നിട്ട് കുറച്ച് റിബൺസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം, ഈ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഡൗട്ട് ഇല്ലാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ പ്ലീസ്. ഈ ഗ്രൂപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് എന്താക്കുന്നു, കുറച്ച് ടൂൾസ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, റിബൺസ് എടുത്ത്. ഇപ്പൊ കട്ട് എന്നുള്ള റിബൺ വേണം, ആഡ് ചെയ്തു. ഇവിടെ ആഡ് എന്ന് കാണാം. ഡിലീറ്റ് സെൽ എന്ന റിബൺ ആഡ് ചെയ്തു. ഫ്രീസ് പാൻസ് ആഡ് ചെയ്തു. ഇപ്പൊ 3 റിബൺസ് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രൂപ്പിലേക്ക്. ഞാൻ ഓക്കെ അടിക്കുമ്പോൾ നോക്കൂ, പുതിയൊരു ടാബ് വന്ന് കാണാം, ഫിനാൻസ്. ഫിനാൻസിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് വന്നു, മൈ ഫേവറേറ്റ് ടൂൾസ്.
അതിന്റെ അണ്ടറിൽ 3 റിബൺസ് ഞാൻ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യണം ഇവിടെ. ന്യൂ ടാബ്. ഞാൻ നിങ്ങൾ ഏത് വരെ എത്തിയെന്ന് പറഞ്ഞുതരാം. ഫിനാൻസ് കസ്റ്റംസും മൈ ഫേവറേറ്റ് ടൂൾസും മൈ ഫേവറേറ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ടായിരിക്കും ലെഫ്റ്റിൽ നിന്നും റിബൺസ് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്തിട്ട് 2-3 റിബൺസ് ആഡ് ചെയ്തോളൂ. ആഡ് ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ആഡ് ഇൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ല, സെലക്ട് ചെയ്യാൻ ആഡ് ക്ലിക്ക് ചെയ്താൽ മതി. മൈ ഫേവറേറ്റ് ടൂൾസ് കസ്റ്റം എന്നുള്ള അവിടെ റൈറ്റ് ക്ലിക്ക് വെച്ചിട്ട് ആഡ് ടാബ് ആണ്. മൈ ഫേവറേറ്റ് ടൂൾസ് സെലക്ട് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ഒന്നും ചെയ്യണം, സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഈ സെക്ഷനിലായിരിക്കണം ആഡ് ചെയ്യേണ്ടത്, അതിലേക്ക് പോകാൻ വേണ്ടിട്ട് ആ ഗ്രൂപ്പിലേക്ക്. അപ്പൊ വരുന്നില്ല അല്ലേ? എന്നിട്ട് ഓക്കെ അടിച്ചു. ഇഷ്ടമുള്ള എടുത്താ ഇതന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള റിബൺസ് എടുക്കാം. എന്നിട്ട് ഓക്കെ അടിച്ചു നോക്കൂ. പുതിയൊരു ഇത് വന്നിട്ടുണ്ടോ അല്ലെ? ഫൈനാൻസ് ടാബ് വന്നു. ഇപ്പൊ അത് വന്നിട്ടുണ്ട്. ഇത് ഉദ്ദേശം നമ്മളെ ഫേവറേറ്റ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഡിലീറ്റും ചെയ്യാം. വീണ്ടും കസ്റ്റമൈസ് റിബണിലേക്ക് പോയിട്ട് ഒന്നെങ്കിൽ ഇത് അൺടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കും പെർമനന്റ്ലി, അല്ലെങ്കിൽ പെർമനന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്താൽ മതി. റിമൂവ് എന്ന ഓപ്ഷൻ ഉണ്ട്, രണ്ടും ചെയ്യാം കേട്ടോ. അതായത് ഞാനിപ്പം വിചാരിക്കുകയാണ് ഫിനാൻസിൽ ഉള്ളത് എനിക്ക് തൽക്കാലം ഡിസേബിൾ ചെയ്യണം, പെർമനന്റ് ഡിലീറ്റ് ചെയ്യേണ്ട. അത് അൺടിക്ക് ചെയ്തിട്ട് ഞാൻ ഓക്കെ അടിക്കുന്നു. ഇപ്പൊ ഡിസേബിൾ ആയിട്ടുണ്ട്, കാണുന്നില്ല. ഇനി വീണ്ടും എനേബിൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടിക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാൻ വിചാരിക്കാൻ വേണ്ട, എനിക്കത് ഡിസേബിൾ ചെയ്യണം, എനിക്ക് കംപ്ലീറ്റ് ഡിലീറ്റ്. ഇപ്പൊ അക്കൗണ്ട് എന്നുള്ള സംഭവം ഉണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്താൽ മതി. കംപ്ലീറ്റ് റിമൂവ് ആവും സിസ്റ്റത്തിൽ നിന്ന്, പിന്നെ മാറ്റി അടിച്ച് ഉണ്ടാക്കണം എന്ന് മാത്രം. അല്ല ഏറ്റവും ബെസ്റ്റ് എന്താ, നമുക്ക് ഇത് ചെയ്താൽ മതി, എന്ത് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. സാർ ഇത് പല ടാബുകളും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നായിട്ട് ചെയ്യുന്നു ഹെൽപ്പിന് വേണ്ടി. നമുക്ക് പല ടാബുകളും, അതായത് എല്ലാ ടാബും നമ്മൾ പല, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ ഇപ്പൊ റിവ്യൂ ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ഷീറ്റ്, അല്ലെങ്കിൽ ഇൻസേർട്ട് കമന്റ്സ്, അല്ലെങ്കിൽ പേജ് ലേഔട്ടുള്ള 2-3 എണ്ണം, ഇതെല്ലാം ഡിഫറെന്റ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, അതെല്ലാം ഡിഫറെന്റ് ടാബിൽ, അതെല്ലാം കൂടി ഒരൊറ്റ കൊടക്കിയിലാക്കൂലേ ആ സംഭവം തന്നെ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടൂള് നിങ്ങളെ ഒരു പേര്, നിങ്ങളെ പേര് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. മൈ ഫേവറേറ്റ് ടൂൾസ് എന്നതിൽ നിങ്ങളെ പേര് സെറ്റ് ചെയ്യുക, അതിൽ പോയിട്ട് എടുത്താൽ പോരെ, വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണ്ടല്ലോ. കസ്റ്റമൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ എക്സൽ ഉണ്ട്. പക്ഷെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അത് റിമൂവ് ചെയ്യാനോ പറ്റില്ല. അതുപോലെ തന്നെ ഞാനിപ്പോ ഫിനാൻസ് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചു. ഫിനാൻസ് ഇതിപ്പോ ഫിനാൻസ് വരാം, ഞാൻ ഓക്കെ അടിച്ചിട്ട് പേജ് ലേഔട്ടിന് ശേഷമാണ് വരാം. കണ്ടില്ലേ, ഞാൻ എനിക്ക് പേജിൽ ഇത് പൊസിഷൻ മാറ്റണം. ഫിനാൻസ് എനിക്ക് ഹോം ടാബിന് ശേഷം വേണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, കസ്റ്റമൈസ് റിബണിൽ പോയിട്ട് ഫിനാൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാനിപ്പം ഇത് വെച്ചത് ഇത് നോക്കാം, ഇവിടെ കാണാൻ ഈ ഐക്കണിൽ അപ്പാരോ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, നേരെ പോയിട്ട് മുകളിലേക്ക് ഹോം ടാബിന്റെ അടുത്തേക്ക് ആക്കിയത്. ഹോം ടാബിന്റെ ശേഷം, യെസ് ഹോം ടാബിന് ശേഷം ആയിട്ടുണ്ട്. ഓക്കെ അടിക്കുമ്പോൾ ഹോം ടാബിന് ശേഷം വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ചോദിക്കുക, കിട്ടാത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇത് ഇനി ഓക്കെ സാർ, ഇനി പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ കാരണം ഇത് സെറ്റിംഗ്സിന്റെ ഭാഗമായി. നിങ്ങളിപ്പോ പുതിയ ഫയലല്ല, നിങ്ങളിപ്പോ ഷട്ട് ഡൗൺ ചെയ്ത് 2 മാസം ഓപ്പൺ ചെയ്താൽ ഏതൊരു ഫയൽ ഓപ്പൺ ഇങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ഇത് സെറ്റിംഗ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സർ ആ ന്യൂ ടാബ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് റിബണിലൊക്കെ പോയിട്ട് ആ ടാബ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ഉണ്ടാവും അവിടെ. അത് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതെല്ലാം പഴയ വെർഷനിലുള്ള എല്ലാവർക്കും പറ്റും. 2010 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റേണ്ടതാണ്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ടാഗ് പൊസിഷൻ എങ്ങനെയാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിജു, അതായത് ഇപ്പം എനിക്കിപ്പം ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് എന്നുള്ള
ഈ അക്കൗണ്ടിംഗ് എന്നുള്ള ഈ ഒരു ടാബ് എന്താക്കണം, എനിക്ക് ഹോമിന്റെ ശേഷം വേണം വിചാരിക്കാം. അപ്പൊ ഹോം എന്നുള്ള എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റൈറ്റ് സൈഡ് ഒരു അപ്പാരോ ഡൗൺ ആരോ കണ്ടില്ലേ? ഈ അപ്പാരോ ക്ലിക്ക് ചെയ്താൽ മതി, അങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. എന്റെ അക്കൗണ്ടിങ് മാത്രം അങ്ങോട്ട് കണ്ടില്ലേ? ഇവിടെ അവിടെ സെറ്റ് ചെയ്ത് ഹോമിന് ശേഷം ആക്കി വെച്ചു. ഇതൊന്ന് ടിക്ക് ചെയ്തു, എനേബിൾ ചെയ്തു. ഓക്കെ, ഇപ്പൊ അക്കൗണ്ടിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഹോമിന് ശേഷം റീപൊസിഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. മെയിൻ ആയിട്ട് ടൂൾ ഇത് അവിടെ അപ്പാരോ ആൻഡ് ഡൗൺ ആരോ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കുറച്ച് 2-3 ട്രിക്സ് കാണിച്ചു തരാം എന്താന്നുള്ളത്. ഇപ്പൊ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ, സ്ഥിരമായിട്ട് എക്സൽ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അറിയാണ്ട് നമ്മളെ കൈ തട്ടിയിട്ട് ഏതെങ്കിലും ഒരു കീ തട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കൺഫ്യൂഷൻ ഏതാ കീ തന്നെ അറിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടോ? അല്ലേ? ഉണ്ടാവും. ഒരു ആൾക്കാര് നമുക്കൊരു ഐഡിയ കിട്ടില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. യെസ്, ഒന്ന് ഓൾട്ട് കീ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഓൾട്ട് കീ അല്ലെ, എല്ലാവർക്കും ഈ സംഭവം വന്നിട്ടുണ്ടാവും. ഓൾട്ട് കീ നമുക്ക് ചിലപ്പോൾ ഒരു ലോജിക്ക് കിട്ടിയിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല. അതെന്താ അറിയാം, എക്സൽ നമുക്കൊരു ഷോർട്ട് കട്ട് കീയിലേക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി തന്നതാണ്. അതായത് ഞാനിപ്പം ഈ ഒരു സെക്ഷനിലെ നോക്കിയോട്ടോ, ഈ ഒരു സെക്ഷനിലേക്ക് എനിക്ക് ഒരു ബോർഡർ ലൈൻ കൊടുക്കണം, ഫുൾ ബോർഡർ ലൈൻ. അപ്പൊ ഞാൻ എന്താക്കുന്നു, ഹോം ടാബിൽ പോയിട്ട് നമുക്കൊരു ഇതറിയാം, ഈ ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ ഇവിടെയാണ് ഉള്ളത് ഓൾ ബോർഡേഴ്സ് അല്ലെ. ഞാനിപ്പോ മൗസ് ഉപയോഗിച്ചു കേട്ടോ. ഓക്കെ, പക്ഷെ എനിക്കറിയാം എവിടെ പോയിട്ട് എടുത്തത്. ആദ്യം എന്താക്കി, ഹോം ടാബിൽ പോയിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് പോയിട്ട് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ട് ഹോൾ ബോർഡേഴ്സ് എടുത്തു. ഇനി ഞാൻ എന്താക്കുന്നു, ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഈ സെക്ഷനിലേക്ക് എന്താക്കണം, എനിക്ക് ബോർഡർ ലൈൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓൾട്ട് ഹോം ടാബിലേക്ക് ആണെങ്കിൽ ഏത് ലെറ്ററാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഓൾട്ട് ലെറ്ററോട് കാണിക്കുന്നത് എച്ച്, പിന്നെ ബോർഡർ ലൈനിലേക്ക് എച്ച്, ബി ഉണ്ടല്ലേ, അപ്പൊ ഓൾട്ട് എച്ച് ബി എ ആണ് എന്ത് ഷോർട്ട് കട്ട് കീ. വേറൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇതെനിക്ക് ഓക്കെ, ഇതെനിക്ക് ഇറ്റാലിക് ആക്കണം, കൺട്രോൾ ഐ ക്ലിക്ക് ചെയ്താലും മതി. പക്ഷെ ഓൾട്ട് ഇത് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് എച്ച്, ഓൾട്ട് എച്ച്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്താ അല്ലെങ്കിൽ നമ്പർ എന്താ? യെസ്. അപ്പോ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്കിത് ചിലതൊക്കെ നിങ്ങൾക്ക് ബൈഹാർട്ട് ആക്കണമെങ്കിൽ ബൈഹാർട്ട് ആക്കാം. അതാണ് ഓൾട്ട് ത്രൂ എങ്ങനെ ഷോർട്ട് കട്ട് കീ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് കേട്ടോ. അതെല്ലാത്തിനും ഉണ്ടാവും. ഓരോ ഹോം ടാബിന്റെ ഉണ്ടല്ലോ, ഓരോ ടാബിന്റെ ഉണ്ടല്ലോ റെസ്പെക്റ്റീവ് ക്യാരക്ടറും അല്ലെങ്കിൽ നമ്പേഴ്സും ഉണ്ടാവും. നമുക്കത് മാറ്റം വരുത്താൻ കഴിയില്ല. അത് എക്സൽ പ്രോഗ്രാം ചെയ്ത് വെച്ചത് മാത്രം. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പ്ലീസ്. ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഫസ്റ്റ് ഓൾട്ട് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ക്ലിക്ക് ചെയ്താൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ സൈഡിൽ. ബോർഡർ കൊടുക്കാനോ സാർ? ബോർഡർ കൊടുക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും, ഇപ്പൊ ബോർഡർ ആണെങ്കിൽ ഇപ്പം സെന്ററിലേക്ക് അലൈൻ ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ഇപ്പൊ ബോർഡർ കൊടുക്കണമെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു, ശേഷം ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നു. ബോർഡർ ലൈൻ ഉള്ളത് ഹോം ടാബിലാണ്. ഹോം ടാബിൽ റെപ്രസെന്റ് എച്ച് ആണ്. എച്ച് ബി എ. എൻ്റർ അടിക്കണം? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക് വന്നുള്ളൂ. എൻ്റർ ആവശ്യമില്ല. അഡീഷണൽ കീ അവിടെ ഇൻസേർട്ട് ആവും, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, ഒരു നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഇപ്പൊ ഞാനൊരു സെല്ല്, ഞാനിപ്പോ ഒരു സെല്ല് സെലക്ട് ചെയ്താണെങ്കിൽ തന്നെ നമുക്കൊരു സെല്ലിന്റെ വിഡ്ത്തും ഹൈറ്റും നോക്കാം. ഇതൊക്കെ ബൈ ഡീഫോൾട്ട് ഉള്ള സെല്ലിന്റെ സൈസ് അത്. ഞാനിപ്പം ഈ സിക്കും ഡിക്കും മിഡിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളിവിടെ അറിയാം വിഡ്ത്ത് എത്ര അറിയാൻ പറ്റും. 8.11 ആണ്.
അതുപോലെ തന്നെ ഒരു റോന്റെ ഹൈറ്റ് അറിയണമെങ്കിൽ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നത് 14.40 ആണ്. ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആണിത് ഒരു സെല്ലിന്റെ. അതായത് വിഡ്ത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 8.11 കാണിക്കുന്നുണ്ട്, ഹൈറ്റ് ആണെങ്കിൽ 13.80 കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു സെല്ലിന്റെ അകത്തേക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ള ഒരു സെന്റൻസ് ഞാൻ ഫീഡ് ചെയ്യാണ്. എക്സൽ ഞാൻ ഫീഡ് ചെയ്ത ഏതിലേക്കാണ്? E2-ലാണെങ്കിലും ഇത് ക്രോസ് ചെയ്ത് സൈസ് കാരണം ക്രോസ് ചെയ്തിലേക്ക് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട് E2-ലേക്ക്. പക്ഷെ E2 ഡാറ്റ ഇല്ല ആക്ച്വലി. നമ്മളെ D2 ഡാറ്റയിലേക്ക് ജമ്പ് ചെയ്ത് ക്രോസ് ചെയ്ത് പോയതാണ്. പക്ഷെ എനിക്കത് എന്താക്കണം? ഈ സെല്ലിന്റെ അകത്തേക്ക് ആക്കണം. ഇപ്പൊ നമുക്ക് റാപ്പിംഗ് എന്ന് പറയും. റാപ്പ് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ, മലയാളത്തിൽ അറിയാം നമുക്ക് എന്താന്നുള്ളത്, പൊതിയ, ജസ്റ്റ് പൊതിഞ്ഞെടുക്കും. അതായത് അലൈൻമെന്റ് എന്നുള്ള ഈ ഗ്രൂപ്പിലേക്കാണ് റാപ്പ്. ഇത് ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, സോറി, എക്സൽ ക്ലിക്ക് ചെയ്ത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഡ്ത്തിനെ ബാധിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അല്ലെ, ഒരു സെല്ലിൽ തന്നെ ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. വിഡ്ത്തിനൊന്നും ഹൈറ്റില്ല, പക്ഷെ ഇത് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. എനിക്കിത് രണ്ടിനും എഫക്ട് ആവരുത്. വിഡ്ത്തിനും ഹൈറ്റിനും ബാധിക്കാത്ത രീതിയിൽ ഒറ്റ സെല്ലിൽ ഒരു ബൈ ഡീഫോൾട്ട് ഈ സെല്ലിനകത്ത് മൈക്രോസോഫ്റ്റ് എക്സലിന് വരും. പക്ഷെ സൈസിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടാവും മാത്രം, ഫ്ലെക്സിബിലിറ്റി ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്നാലും നമുക്ക് എങ്ങനെ നോക്കാം? അതിന് റാപ്പ് ലഭിക്കുക സ്ട്രിങ് ടു ഫിറ്റ് എന്ന് പറയും. അതായത് നമ്മളിപ്പം ഓരോ ഗ്രൂപ്പ് കണ്ടില്ല, ഇപ്പൊ അലൈൻമെന്റ്, നമ്പേഴ്സ്. ഇപ്പം അലൈൻമെന്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ റിബൺസ് മാത്രമാണ് വിചാരിക്കേണ്ട. ഇതിന്റെ അഡ്വാൻസ് ലെവൽ റിബൺസ് എവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിന്റെ എൻഡില് ഒരു ഐക്കൺ കാണാം. ഇത് ആക്ച്വലി ഇതിന്റെ പേര് ഡയലോഗ് ബോക്സ് ലോഞ്ചർ എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ റിബൺസ് ഇതിലുണ്ടാവും. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, കുറച്ചും കൂടി അലൈൻമെന്റ് ഇതിൽ ഇല്ലാത്ത ഐറ്റംസ് അവിടെ കാണുന്നത്. സ്ട്രിങ് ടു ഫിറ്റ് ഉണ്ട്. ടിക്ക് ചെയ്യുന്ന ഓക്കെ അടിക്കുമ്പോൾ നോക്കി നോക്കൂ, നമ്മളെ വിഡ്ത്തിനോ ആ സെല്ലിന്റെ ഹൈറ്റിനോ ബാധിക്കാത്ത രീതിയിൽ അതിൽ ഒതുക്കിക്കൂടെ. അത് എത്ര വലിയ സെന്റൻസ് ആയിക്കോട്ടെ. ഞാൻ അതിപ്പോ സെന്റൻസ് അടിച്ചു, ഇത്രയും വലിയ സെന്റൻസ്. വീണ്ടും ഇതിലേക്ക് പോകുന്നു, സ്ട്രിങ് ടു ഫിറ്റ് ഓക്കെ അടിക്കുന്നു. കണ്ടില്ല, പക്ഷെ ചെറിയൊരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ടാവും. ഡാറ്റ സെയിം സംഭവം തന്നെ ഉണ്ട്. അത് റാപ്പിങ്ങും സ്ട്രിങ് ടു ഫിറ്റും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ പ്ലീസ്? ഓട്ടോമാറ്റിക് ആയിട്ട് ആവില്ല, നമ്മൾ ഈച്ച് ടൈം ഇങ്ങനെ എൻ്റർ ചെയ്യാണ്ട് എങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ വലുതായി. അത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം മാത്രം. ഇപ്പൊ സ്ട്രിങ് ടു ഫിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഇങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇവിടൊക്കെ സ്ട്രിങ് ടു ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, ടിക്ക് ചെയ്ത്. നമുക്കറിയാലോ എവിടെയൊക്കെ ഏരിയ വേണ്ടതെന്നുള്ളത്. പിന്നെ 1 by ആവശ്യമില്ല, അതും ചെയ്യാം നമുക്ക്. ഹലോ, എന്റെ പേര് എന്തോ ക്ലിക്ക് ചെയ്തപ്പോ ഇത് ക്രോസ് ആയിട്ട് വന്നു. അത് ഇങ്ങനെ വെർട്ടിക്കൽ അല്ലാണ്ട് ഒരു ബോക്സിൽ ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. സംഭവം എന്തോ ക്ലിക്ക് ചെയ്ത് പോയതാണ്. ക്രോസ് ആയിട്ട് എങ്ങനെയാ സാർ? അതായത് ഓക്കെ അതായത് രണ്ട് അങ്ങനെയുള്ള സംഭവം. ഓക്കെ, മനസ്സിലായി. ഓക്കെ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾ എനിക്ക് ബോർഡറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണോ? അതെ, അത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇതല്ല, അലൈൻമെന്റിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. സ്ട്രിങ് ടു ഫിറ്റ് കേട്ടോ, കാരണം അത് സബിൽ വരുന്ന സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെ കസ്റ്റമൈസ് റിബണിൽ പോയിട്ട് നോക്കട്ടെ സ്ട്രിങ് ടു ഫിറ്റ് ഇതിലുണ്ടോ എന്നുള്ളത്. ഉണ്ടാവുകയാണെങ്കിൽ ഞാനത് നോക്കി ഉണ്ടാവുകയാണെങ്കിൽ സ്ട്രിങ് ടു ഫിറ്റ് അതൊരു റിബൺ ആണ് ആക്ച്വലി. പക്ഷെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും, നോക്കാം നമുക്ക്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇതിൽ വരുന്നില്ല കേട്ടോ, ഇതിലില്ല, സംഭവമില്ല. മേ ബി ആ സബ് ആയതുകൊണ്ടായിരിക്കും, ആ ഡയലോഗ് ബോക്സ് അണ്ടറിൽ വരുന്ന സംഭവം ആയതുകൊണ്ടായിരിക്കാം. ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടില്ല. ടിക്ക് ഓപ്ഷൻ ടിക്ക് വന്നിട്ടില്ല. അല്ല, ഈ സെല്ലിന് മാത്രം വന്നു, അതായത് അവിടെ വന്നിട്ടില്ല. റാപ്പ് ടു ടെസ്റ്റിന്റെ അടുത്ത് വന്നിട്ടില്ല. റാപ്പ് ടെസ്റ്റിന്റെ അടുത്ത് വന്നിട്ടില്ല.
റാപ്പ് ടെക്സ്റ്റ് ഉണ്ടാവും, മറ്റേത് ഉണ്ടാവില്ല. ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ടായിരിക്കും. സപ്പോസ് നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫിറ്റ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഷീറ്റ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ചെറുതായിട്ടില്ല ഫോണ്ട് വരുന്നുള്ളൂ. എല്ലാം അതന്നെ വരുള്ളൂ. അല്ല, നേരെ മറിച്ചിട്ട് നമുക്കിപ്പോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിഡ്ത്ത് മാത്രം ഇങ്ങനെ കൂടി പോയിട്ട് ഓട്ടോ അഡ്ജസ്റ്റ് അല്ലേ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച്. ഓട്ടോ അഡ്ജസ്റ്റ് അതായത് നമ്മള് സാധാരണ ആ മെയിൻ ഫോണ്ടിൽ തന്നെ വരണം. ഇപ്പൊ എത്രയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഫോണ്ടിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് കിട്ടും. അതൊരു വൺ ടൈം ജോബാണ്. ഓട്ടോമാറ്റിക്കലി ആവശ്യമില്ല. അതിപ്പോ ഞാനിപ്പോ നിങ്ങൾ ഉദ്ദേശം ഇങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാന്ന് വിചാരിക്കാം. അപ്പൊ ചിലതൊക്കെ ചെയ്ത് പോയി, ഇവിടെയും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ വരുന്നുണ്ട്, ഓട്ടോ അഡ്ജസ്റ്റ്. നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത്, ഓട്ടോ അഡ്ജസ്റ്റ്. ചിലപ്പോ റാപ്പ് ടെക്സ്റ്റ് ആവും. അല്ല, ഒരു സെല്ലിൽ തന്നെ ലെയർ ആയിട്ട് വരുന്നത്. ഒരു സെല്ല് ലെയറോ? അതായത് നമ്മള് അടിയിൽ വരുന്നത്. ഒരു സെല്ലിന്റെ അടിക്ക് അങ്ങനെ പോണം. അതായത് ആ സെല്ലിന്റെ ആ വിടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് അടിക്ക് പോണം. മീൻസ് ആ പിന്നെ അതിൽ തന്നെ റോ വലുതായി വരണം അടിക്ക്. അതായത് ഒരു സെല്ലിൽ തന്നെ ലൈൻ ബൈ ലൈൻ വരണമെങ്കിൽ അതെ ഓൾട്ടർ എൻട്രി അടിക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഓരോന്നും വൺ ബൈ അടിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒറ്റ അടിക്കുക ഓൾട്ട് എൻട്രി വെച്ചിട്ട്. എന്നിട്ട് ഈ ഫോർമാറ്റ് പെയിന്റ് ഉണ്ടല്ലോ, ഇത് അടുത്ത മൊഡ്യൂളാണ് വരുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി, എല്ലാ അതിലേക്ക് വരും. നമുക്ക് അങ്ങനെ വേണ്ട. ഈ സംഭവം ഫോർമാറ്റ് പെയിന്റർ, ഫോർമാറ്റ് എങ്ങനെ അപ്ലൈ, അത് ഞാൻ നെക്സ്റ്റ് മൊഡ്യൂൾ എടുക്കുന്നത്. അത് ചെറിയ മൊഡ്യൂൾ, വളരെ ഇമ്പാക്ട് ഉള്ള മൊഡ്യൂളാണ്. അതായത് എന്താ പറയാ, ആ ഒരു ടൂൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ബ്രഷ് അല്ല, അത് എന്തായാലും പറയാം. നമുക്ക് ഫോർമാറ്റ് പെയിന്റ്, നമ്മളൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് വേറെ അപ്ലൈ ചെയ്യാൻ നേരത്ത് മൾട്ടിപ്പിൾ പ്ലേസ് അപ്ലൈ ചെയ്യുന്നത് ഈ ടൂൾ ഏറ്റവും ബെസ്റ്റ്. ഒരേ ടൈമിൽ വ്യത്യസ്തമായിട്ട്, ഐ മീൻ ഇപ്പൊ ഒരു ഫോർമാറ്റ് ഇവിടെ ഉണ്ടാക്കിയായിരിക്കാം ഈ സംഭവം, ഇതെനിക്ക് വേറെയും പ്ലേസിൽ വേണം സെലക്ട് ചെയ്യുക. ഈ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പ്ലേസ് കൊണ്ട് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് മൊഡ്യൂൾ എടുത്തുതരാം എന്താന്നുള്ളത് കേട്ടോ. കറക്റ്റ് ഒരു കേസ് വെച്ചും കൂടെ എടുത്തുതരാം. ഒരാൾ ചോദിച്ചപ്പോ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് മിക്സപ്പ് ചെയ്യുന്നില്ല അത് ഞാൻ. അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ഡാറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഇതിനകത്തേക്ക് ഒരു കോളം ആഡ് ചെയ്യണം. കൺട്രോൾ പ്ലസ് കൺട്രോൾ മൈനസ് കോളം ആഡ് ചെയ്യാനും അല്ലെങ്കിൽ റോ ആഡ് ചെയ്യാനും സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്ലസ് കൺട്രോൾ മൈനസ് നോക്കി നോക്കൂ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്. കൺട്രോൾ പ്ലസ് പ്ലസ് കൺട്രോൾ മൈനസ് മൈനസ് മൈനസ്. ഇതില് നമ്മള് റോ ഇൻസേർട്ട് ചെയ്യുമ്പോ ഷിഫ്റ്റ് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ റോ സെലക്ട് ആയിട്ട് പിന്നെ കൺട്രോൾ പ്ലസ് അടിക്കാൻ പറ്റുമല്ലോ. ഒരു റോ സെലക്ട് ചെയ്തിട്ട്, അതായത് ഇപ്പൊ നമുക്കൊരു 2ന്റെ അവിടെ 5ന്റെ അവിടെ വെച്ചിട്ട് ഒരു അതിന്റെ താഴോട്ടൊക്കെയാണ് നമുക്ക് റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് സ്പേസ് അടിച്ച റോ കംപ്ലീറ്റ് സെലക്ട് ആവൂലേ? ഷിഫ്റ്റ് പ്ലസ് അടിച്ച് ഇങ്ങനെ അത് റൈറ്റ് ഇങ്ങനല്ലേ? ഇതാണോ ഷിഫ്റ്റ് ഡൗൺ ആണോ? അല്ല, ആ റോ ഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ നമുക്ക് ഷിഫ്റ്റ് സ്പേസ് ബാർ. അതെ സ്പേസ് ബാർ വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് സ്പേസ് ബാർ കണ്ടു. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ സെൽ സെലക്ട് ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് റോ ആണെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് ബാർ ഇതിന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കൺട്രോൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുന്ന കോളംസും ഷിഫ്റ്റ് സ്പേസ് ബാർ റോസ്. ഓക്കെ ഞാൻ അതാണ് കോളത്തിന് ഏതാണ് കൺട്രോൾ സ്പേസ് ബാർ വരാ.
കൺട്രോൾ സ്പേസ് ബാർ, മറ്റേ ഷിഫ്റ്റ് സ്പേസ് ബാർ. ഓക്കെ ഓക്കെ. ഞാൻ അത് അറിയാൻ വേണ്ടിട്ട് റോക്ക് ഉള്ളതുപോലെ കോളത്തിന് ഏതാന്നുള്ള അറിയാൻ വേണ്ടിട്ട്. കൺട്രോൾ സ്പേസ് ബാർ, മറ്റേ ഷിഫ്റ്റ് സ്പേസ് ബാർ. പല കോമ്പിനേഷനിൽ ഷോർട്ട് കട്ട് നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഈ ഫോർമാറ്റ് പെയിന്റർ ഇപ്പൊ എടുത്തില്ലായിരുന്നോ? ഫോർമാറ്റ് പെയിന്റർ ഒരു പ്രാവശ്യം നമ്മള് ഫോർമാറ്റ് പെയിന്റർ എടുത്തിട്ടില്ല, നമുക്ക് ടോപ്പിക്കില്ല. അപ്പൊ ഒരാൾ പറഞ്ഞപ്പോ അതിന്റെ ഭാഗം മാത്രം കറക്റ്റ് കേസിൽ കാണിച്ചു തരാം. ഞാൻ എന്താ പറഞ്ഞോ, നമുക്ക് സ്ട്രക്ചേർഡിൽ പോവാം, മനസ്സിലായില്ലേ? ഫോർമാറ്റ് പെയിന്റർ ബേസിക് കൊണ്ട് ഞാൻ എടുത്തു തരാം ഓരോന്നും. ഒരാൾ സിറ്റുവേഷൻ ചോദിച്ചാൽ പറഞ്ഞത് മാത്രം. യെസ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയിൽ ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുന്ന ഷോർട്ട് കട്ട് കൺട്രോൾ എ. വീണ്ടും കൺട്രോൾ എ പ്രസ് ചെയ്ത് മൊത്തം ഷീറ്റ് തന്നെ സെലക്ട് ആവും. സെലക്ട് ചെയ്യുക കൺട്രോൾ എ, ഡാറ്റ സർക്കിൾ ആ ചുറ്റുപാട് ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ആവും. പിന്നെ കൺട്രോൾ എ കംപ്ലീറ്റ് ഷീറ്റ് എന്ന് സെലക്ട് ആവും. സപ്പോസ് ഇപ്പൊ കാണിക്കാൻ വേണ്ടി പോകുന്നത് നോക്കിയോളൂ. അതായത് ഇത് സെറ്റ് ഓഫ് കുറച്ച് ഡാറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സെയിൽസ് റിപ്പോർട്ടാന്ന് വിചാരിക്കാം. അപ്പൊ ഞാന് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ ഈ ഡാറ്റ പ്രിപ്പയർ ചെയ്ത് ഒരു കോമൺ ഹെഡിങ് കൊടുക്കാട്ടത്. ഹെഡിങ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി എന്താക്കും, ഒരു കോമൺ ഹെഡിങ് ഇത് മെർജ് ചെയ്യും. 90% ആൾക്ക് എന്താ മെർജിങ് അറിയാം, ഇവിടെ ഉള്ളത് പറയാം. ഹോം ടാബിന്റെ ഇവിടെ കാണാം മെർജ് ആൻഡ് സെന്റർ. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ഈ 4 സെല്ലും ഒറ്റൊന്നായി അല്ലെ. ഇത് A1 ശേഷം അടുത്ത് എന്താണ് B1, പിന്നെ നോക്കൂ F1 ആ കാണിക്കുന്നത്. മെർജിങ് അങ്ങനെയാണല്ലോ, 4 സിംഗിൾ സെല്ലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ സെയിൽസ് റിപ്പോർട്ട് എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി എന്താക്കും, അത് ക്ലിക്ക് ചെയ്യും, സെയിൽസ് റിപ്പോർട്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കും. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. എന്താക്കും, ഓക്കെ അപ്പൊ ഡാറ്റ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും കോമൺ ഹെഡിങ്ങിൽ ഒരു കോമൺ ആയിട്ട് ഒരു ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മെർജൻസിന്റെ ക്ലിക്ക് ചെയ്യരുത്. കാരണം ഒരിക്കലും 2 സെല്ലും സിംഗിൾ ആക്കരുത്. എല്ലാ സെല്ലും അതിനായിട്ടുള്ള ബ്രീത്തിങ് ഇത് കൊടുക്കാൻ ഒരു ഫ്രീഡം കൊടുക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പിവോട്ട് ടേബിൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ ബാധിക്കും. അപ്പൊ ഒരിക്കലും മെർജൻസ് സെന്ററിലേക്ക് പോകണ്ട. അതായത് കാണുമ്പോൾ മെർജ് ആയി തോന്നണം, പക്ഷെ എല്ലാം ഇന്ത്യയിൽ സെല്ലാവണം. ഒന്നും കമ്പൈൻ ചെയ്ത് സിംഗിൾ ആക്കരുത്. കാരണം പിവോട്ട് ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എഫക്റ്റ് ആവും. അപ്പൊ നമുക്ക് ഈ പ്രാക്ടീസ് വേണം. അപ്പൊ ഞാൻ അൺമർജ് ചെയ്യുന്നു. ആദ്യം വേണ്ടത് ഹെഡിങ് കൊടുക്കാനുള്ള ഫോർമാറ്റ് സെറ്റ് ചെയ്യുക. നമുക്ക് എന്താണോ ഹെഡിങ് വേണ്ടത് അത് ഫസ്റ്റ് സെല്ലിൽ റൂൾ അനുസരിച്ച് ഫസ്റ്റ് സെല്ലിൽ ഇൻസെർട്ട് ചെയ്യാം. ശേഷം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ശ്രദ്ധിച്ചോട്ടോ. അപ്പം സാധാ മെർജൻസ് സെന്റർ വർക്ക് ആവില്ല. അതിന് പകരം ഞാൻ പറഞ്ഞു അലൈൻമെന്റ് ഉള്ള സെക്ഷൻ ഇവിടെ ഡയലോഗ് ബോക്സ് ലോഞ്ച് ഉണ്ട്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉണ്ട്. അതില് എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക. ഹോറിസോൺ എന്നുള്ള ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. സെന്റർ അക്രോസ് സെലക്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓക്കെ അടിക്കുമ്പോൾ നോക്കി നോക്കും, കാണുമ്പോൾ മെർജൻസ് സെന്റർ അല്ലേ, മെർജിങ് തോന്നില്ല. പക്ഷെ ഇത് മെർജിങ് അല്ല. എല്ലാ സെല്ലും ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണ്. ഒരിക്കലും മെർജിങ് മറ്റേ രീതി ചെയ്യരുത്. ഈ ലെവലിൽ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ എഫക്റ്റ് ആവും. ഈ ഒരു പ്രാക്ടീസ് പിന്തുടരുക. ഇതിനൊരു ഷോർട്ട് കട്ടില്ല. എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് എവിടെ വരാണോ വേണ്ടത് ആ ഏരിയ സെലക്ട് ചെയ്യാം. ശേഷം ഡയലോഗ് ബോക്സ് ലോഞ്ചർ എടുക്കുക. ഇവിടെ കാണാം സെന്റർ അക്രോസ് സെലക്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നോക്കി നോക്കൂ. ഡയലോഗ് ബോക്സ് ഓപ്പൺ സാർ അങ്ങനെ ഫയലിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊന്നും വർക്ക് ചെയ്യാത്തത്. അതായത് പിവോട്ട് ടേബിൾ വർക്ക് ആവില്ല, ബ്ലോക്ക് ആവും, മെർജിങ് എഫക്റ്റ് ആവും, അനലൈസ് ചെയ്യാൻ പറ്റില്ല ഡാറ്റ. വീലുക്കപ്പിനെ ബാധിക്കില്ല. വീലുക്കപ്പിനെ ബാധിക്കും. കാരണം ലുക്കപ്പ് വാല്യൂ സിംഗിൾ സെല്ലിന് പകരം മൾട്ടിപ്പിൾ സെല്ലിന് അത് കൺസിഡർ ചെയ്യും. ഡെഫിനറ്റ്ലി ബാധിക്കും. നിങ്ങൾ റേഞ്ച് ഒക്കെ സെലക്ട് ചെയ്യുമ്പോണ്ടല്ലോ, ടേബിളറെ റേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ മൊത്തം സെലക്ട് ആവും. അത് ഭയങ്കര ഇല്ലോജിക്കലാണ്. യെസ്, ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി, ഏറ്റവും ബെസ്റ്റ്. മറ്റേ വേണ്ട, എല്ലാവരും വേഗം മറ്റേ ക്ലിക്ക് ചെയ്യും. നമ്മളൊക്കെ അത് ക്ലിക്ക് ചെയ്ത് പിന്നെ അതിലേക്ക് മാറിയത് മാത്രം. ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കാൻ ഷോർട്ട് കട്ട് ഉണ്ടോ? ഡയലോഗ് ബോക്സ് അതായത് ഞാൻ ഓൾട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയോളെ. ഓൾട്ട് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇതില് ഞാന് ഇതിലേക്ക് പോയി ഹോം ടാബിൽ പോയിട്ട് നമ്പേഴ്സ് ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഓൾട്ട് എച്ചിൽ FM ഇല്ലേ, അല്ല FM അല്ല FA ഇല്ലേ, ഓൾട്ട് FA ക്ലിക്ക് ചെയ്താൽ. പക്ഷെ ലോങ് ഷോർട്ട് കട്ട് അതൊക്കെ എടുക്കുമ്പോഴത്തേന് മറ്റേ കൂടെ നമുക്ക് മൗസ് എടുക്കാനുള്ള മടി മടിയുണ്ടല്ലേ. എന്നാ ഓക്കെ, അങ്ങനെയാണെ ഓക്കെ. ആ മടിയുള്ളവരൊക്കെ എങ്ങനെയൊക്കെ പോണല്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ ഇഷ്ടം.
സാറെ ഒപ്പീനിയൻ മൗസ് ഉപയോഗിക്കുന്നതാണോ നല്ലത്, മൗസ് യൂസ് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? മൗസ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രൊഫഷണൽ കാര്യമാണല്ലേ, ലാപ്ടോപ്പിന്റെ കൂടെ എന്തുകൊണ്ടാണ് മൗസ് ഓഫർ ചെയ്യാത്തത്? ആ ഒരു സ്റ്റാൻഡേർഡ് എന്താ? ചിലവര് കാണാം മുഖത്ത് സംസാരിച്ചും കൊണ്ടൊക്കെ ടൈപ്പ് ചെയ്യുന്നത് കാണാം. ടൈപ്പ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഒക്കെ ഏറ്റവും ബെസ്റ്റ് മൗസ് ഉപയോഗിക്കാണ്ടിരിക്കുക. മാക്സിമം മൗസിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട. മാക്സിമം ഷോർട്ട് കട്ട് കീ പഠിക്കാൻ വേണ്ടി നോക്കുക. 287 ഷോർട്ട് കട്ട് കീ ഉണ്ട്, എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയില്ല. 10-20 അറ്റ്ലീസ്റ്റ് ബൈഹാർട്ടാക്കി വെക്കുക. നിങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അത് നിങ്ങളെ ലൈഫിന്റെ ഭാഗം, വർക്കിന്റെ ഭാഗമായി നിങ്ങളെ കൈ അതിലേക്ക് തന്നെ പോവുള്ളൂ. നോവൈസ് അപ്പൊ പ്രാക്ടീസ് ചെയ്യണം. ചിലതൊക്കെ മൗസിന് ആവശ്യമുണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത് മാക്സിമം അതിനെ ഒഴിവാക്കാം. അപ്പൊ ഒരാൾ പറഞ്ഞു കൺട്രോൾ 1 ക്ലിക്ക് ചെയ്താൽ, കൺട്രോൾ ഉദ്ദേശിച്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. കൺട്രോൾ 1 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരും, അത് ഇതിലേക്ക് പിന്നെ നമ്മൾ മൗസ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും. സെലക്ഷൻ ആ ഡയലോഗ് ബോക്സിലേക്ക് വരും. പല കോമ്പിനേഷനും ഉള്ളത്. നമ്മൾ എന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് 4 മൊഡ്യൂൾ അടുത്ത ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ഞാൻ അങ്ങോട്ടുള്ള അത് ജസ്റ്റ് ഇന്റർഫേസ് കുറച്ച് പരിചയപ്പെടുത്തിയത് മാത്രം. ഞാൻ വിശ്വസിക്കുന്നത് കുറച്ചെങ്കിലും പുതിയതേ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നതിൽ കൂടെ. ഞാൻ അങ്ങോട്ടുള്ളൊക്കെ 4 മൊഡ്യൂൾ വരെ കുറെ ഇൻട്രസ്റ്റിംഗ്, കുറെ ഹിഡൻ ട്രിക്സ് ആൻഡ് ടിപ്സ് ഉണ്ട്. അതൊക്കെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ മിഡിൽ ലെവലിലേക്ക് പോകും, പിന്നെ അഡ്വാൻസിലേക്ക് പോകും. ഇതിന്റെ റെക്കോർഡ് സെഷനിൽ ഒരു ഹാഫ് ആൻ അവർ ഞാൻ ഷെയർ ചെയ്യട്ടോ. ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന റണ്ണിങ് ടൈം ഉണ്ടാവും, കൂടുതൽ നോട്ട്സും ഉണ്ടാവും, പിന്നെ ഒരു പുതിയ വേർഷനെ പർച്ചേസ് ചെയ്യുന്ന ലിങ്കും ഞാൻ അയച്ചു തരാം. ഇതില് പഠിക്കുന്നത് പറഞ്ഞോളൂ. എക്സൽ അഡ്വാൻസ്ഡ് ആണോ? മക്സദ് ഭായ് ഒന്ന് മ്യൂട്ട് ചെയ്യാം പ്ലീസ്. അബ്ബാസ് പ്ലീസ്. പറഞ്ഞോളൂ. സോറി, ആരെപ്പോ ചോദിച്ചത്? നമ്മൾ പഠിക്കുന്നത് എക്സൽ അഡ്വാൻസ് ആണോ എന്നുള്ളതാണ്. ഇല്ല, ബേസിക് ആണ്. അല്ല, നമ്മുടെ ഈ കോഴ്സിൽ ശരിക്കും എക്സൽ അഡ്വാൻസ് ആണോ കവർ ചെയ്യുന്നത്? അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ് ഉദ്ദേശിക്കുന്നത് ഈ മാക്രോയിൽ ഓട്ടോമേഷൻ ഒന്നും എടുക്കുന്നൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ആ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. എന്താണ് അതിൽ വരുന്നത്? എക്സൽ അഡ്വാൻസ് ഇപ്പൊ ചിലർ പറയുന്നില്ല എക്സൽ അഡ്വാൻസ് പഠിക്കണം എന്നൊക്കെ പറയുമ്പോ എന്താണ് എക്സൽ അഡ്വാൻസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ വി ലുക്കപ്പ്, ഇപ്പൊ നമ്മള് ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പഠിക്കുന്ന മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് വി ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, അതേമാതിരി തന്നെ പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിൾ നമ്മുടെ ക്ലാസ് 3 ദിവസത്തെ ക്ലാസ് ആണ്. റിപ്പോർട്ടിംഗ് ഒക്കെ അതൊക്കെ നെക്സ്റ്റ് എന്താ പറയാ ടോപ്പ് ലെവൽ അഡ്വാൻസ് ലെവൽ ക്ലാസ്. റിപ്പോർട്ടൊക്കെ അനലൈസ് ചെയ്യുന്ന രീതി അതൊക്കെയാണ് അഡ്വാൻസ്. യെസ്, കാരണം നമ്മളൊരു അതൊക്കെ അറിയണമെങ്കിൽ ആദ്യം എക്സലിന്റെ ബേസിക് ആയിട്ടുള്ള ഇഫ് ഫംഗ്ഷൻസും സമ്മിഫും കൗണ്ടിഫും ഒക്കെ അറിയണം. അത് അഡ്വാൻസ് അല്ല, എന്നാലും ഇന്റർമീഡിയറ്റ് ലെവൽ ആണ്. ഞാൻ പറഞ്ഞ അഡ്വാൻസ് ഉദ്ദേശിക്കുന്നത് വി ലുക്കപ്പ് ക്ലാസ്സോടെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നമ്മുടെ എന്താ പറയാ പിവോട്ട് ടേബിൾ, അതിനുശേഷം കണ്ടീഷൻ ഫോർമാറ്റിംഗ്, അതൊക്കെയാണ് അഡ്വാൻസ്ഡ് ഉദ്ദേശിക്കുന്നത്. ഹലോ സർ, ഞാൻ ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നില്ല, ഞാൻ ലേറ്റ് ആയിട്ട് വന്നു. കുഴപ്പമില്ലല്ലോ? ഇല്ല, ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. നിങ്ങളെ റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എല്ലാം നേരത്തെ കാരണം എന്തായാലും ഒന്നാമത് എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം വലിയ തോന്നില്ല. കാരണം കുറെ ആൾക്കാർ 10 മിനിറ്റ് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം പ്ലീസ് ഓൺ ടൈം എത്താൻ വേണ്ടി നോക്കാം. നല്ലൊരു ഓപ്ഷനാണ് റിക്കോർഡ് സെഷൻ ഉള്ളത്. കാരണം ലൈവിൽ ഇരിക്കാൻ വേണ്ടി നോക്കാം എല്ലാവരും. എക്സ്ലൊക്കെ 365 വെർഷനാണുള്ളത്. ഓക്കെ അല്ലേ? ഷാജാസ്, നിസാർ പറയാം, ജിത്തു, ജോമോൻ ക്ലിയർ അല്ലേ? എന്തായാലും നമുക്ക് മറ്റന്നാൾ കണക്ട് ചെയ്യാം. അതിനുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, എന്തായാലും താങ്ക് യു ഓൾ. ബൈ. അടുത്ത ക്ലാസ് മറ്റന്നാളാണോ? യെസ്, മറ്റന്നാൾ ബുധനാഴ്ച. ഞാൻ അൽഫോൺ ബ്രോ, എക്സലിന്റെ ഇത് പർച്ചേസ് ചെയ്യേണ്ട കാര്യം ലിങ്ക് അയച്ചു തരാം, ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട്. അത് ഏതാണ്? 365 365 വെർഷൻ. ഒരാൾ ഇനിഷ്യേറ്റ് ചെയ്താൽ മതി. എല്ലാരും ഒരു 6 ആൾക്കാർ ആയി കഴിഞ്ഞ ശേഷം കേട്ടോ. ഓക്കെ, ഇത് 365 എന്താ 2021 എന്താ വ്യത്യാസം? അത് 2020 വന്നിട്ട് ഡാറ്റ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. ഞാൻ 2020 യൂസ് ചെയ്തിട്ടില്ല.
ഒന്നും ഡാറ്റ ഒന്നും കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. മറ്റുള്ള ടീമിന് ഒരേ സ്പ്രെഡ്ഷീറ്റ് ഇല്ലേ ഗൂഗിളിന്റെ അതേപോലെ തന്നെ. പക്ഷെ ഞാനത് ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്റെ ഇതിൽ. ഞാൻ 365 മാത്രമേ ഉപയോഗിച്ചത്. കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ് മറ്റേത്. 8,000 സംതിങ് ആയിട്ടുണ്ടത് ഗ്രൂപ്പ് പാക്കറ്റ്. എത്ര ഗ്രൂപ്പ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എത്ര വരിക? ഇതിൽ 6,000 വരുള്ളൂ, 6,200 വരുള്ളൂ. ഗ്രൂപ്പ് ആയിട്ടോ? ആ ഗ്രൂപ്പ് ആയിട്ട് 6 ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ 6 യൂസർ ഉപയോഗിക്കാം, 6 ആൾക്ക് ഉപയോഗിക്കാം. 6 ആൾക്ക് ഉപയോഗിക്കാം. അത് ഈ ഗ്രൂപ്പിൽ 6 ആൾക്കാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്താൽ മതിയല്ലോ, പേയ്മെന്റ് അടിച്ചിട്ട്. അപ്പൊ 6,000 വരിക, 6 ആൾക്ക് ഡിവൈഡ് ചെയ്താൽ മതി. 6,200 മൊത്തത്തില് 6 ലൈസൻസ് കിട്ടും. ഓക്കെ. ഏതാ അഡ്വാൻസ്? അപ്പൊ ലേറ്റസ്റ്റ് കിട്ടുക? ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ. ഇതിൽ ആർക്കൊക്കെ വേണ്ട അറിയില്ല. അത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഞാനിപ്പോ ഗ്രൂപ്പിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് 6 ആൾക്കാർ വേറെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പർച്ചേസ് ചെയ്തോളൂ. അതൊക്കെ ഏറ്റവും ബെറ്റർ. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഒരു വർഷം റിന്യൂ ചെയ്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. പക്ഷെ അറ്റ് ദി സെയിം ടൈം അതിനുള്ള റീപ്ലേസബിൾ കണ്ടെത്തുന്നത് മാത്രം. എമൗണ്ട് സെയിം തന്നെ ആയിരിക്കും. അൽഫാമായി ഞാൻ കഴിഞ്ഞോട്ടെ. പകരം തലപ്പ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ ഈ പറഞ്ഞ ഉണ്ടാവണമെന്നില്ലല്ലോ. മനസ്സിലായില്ല എങ്ങനെയായിരുന്നു? അതിപ്പോ 365 എത്ര 1 ഇയർ വാലിഡിറ്റി അല്ലേ? അല്ലേ 365 ഇല്ല 365 എത്ര 1 ഇയർ ആണോ? 1 ഇയർ കൊല്ലം ഇതാക്കണം. ഓക്കെ, 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലിങ്ക് കിട്ടണമെന്ന് ഇല്ലല്ലോ. ഇപ്പൊ എക്സ്പയർ ആയി പോകും. അപ്പൊ ഒരു 365 അല്ലാണ്ട് സ്ഥിരമായിട്ടുള്ളത് കണ്ടിന്യൂ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ? അതില്ല. അത് ഇപ്പൊ 2019 ഉണ്ടായിരുന്നു. 19 ഇപ്പം ക്രാക്ക് കൊടുക്കാൻ വേണ്ട. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പുതിയ ലാപ്ടോപ്പ് അതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. 2021 കിട്ടുന്നുണ്ട്, 19 കൊടുക്കുന്നുണ്ട്. മറ്റേതില്ല. അപ്പൊ ഓൺലൈൻ അതില്ല, അവരത് സ്റ്റോപ്പ് ചെയ്ത് മൈക്രോസോഫ്റ്റ്. ഇപ്പൊ ഉള്ളത് ഇതാണ് 365 മാത്രം. ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു എങ്ങനെയാണ്? എങ്ങനെ മനസ്സിലായില്ല? നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ അത് ഞാൻ ആക്സസ് തരണം. ആക്സസ് തരണം അല്ലേ? യെസ്. ക്ലാസ് കഴിഞ്ഞു. സംശയം തീർന്നു. ഓക്കെ. താങ്ക്സ്. താങ്ക് യു. ഓക്കെ ബ്രോ, താങ്ക് യു. പുതിയ വേർഷൻ കിട്ടും ടോഷിജോ. നെക്സ്റ്റ് ഇയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വേർഷൻ മാറും. അതുപോലെ മന്ത്ലി എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും അതിന് നമ്മളെ പൈസ ചാർജ് ചെയ്യണം അവരുടെ സിസ്റ്റത്തിൽ ഓൺലൈൻ വഴി. സാർ ഇപ്പൊ നാട്ടിലാണോ ഉള്ളത്? ഞാൻ നാട്ടിലാണ്, കാലിക്കറ്റ് ആണ്. സാർ ഇതിന്റെ റെക്കോർഡിംഗ് നമുക്ക് കിട്ടില്ലേ? കിട്ടും. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ അയച്ചു തരാം. അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ആണ്. ഓക്കെ. താങ്ക്സ്.